ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നോടുകൂടെ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് പാസ്റ്റർ ബ്ലസ്സൻ ജോൺ എബ്രഹാം ഉണ്ട്. അദ്ദേഹം പത്തനാപുരം സ്വദേശിയാണ്. ദൈവം അദ്ദേഹത്തെ ഫ്രാങ്ക്ഫർട്ടിൽ നട്ടിരിക്കുന്നു. അവിടെയുള്ള IPC ഷാലോം സഭയുടെ ശുശ്രൂഷകനാണ്. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി, ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി ആദ്യം ഒരു ഇൻട്രോ പറഞ്ഞിരുന്നു. ആ ഇൻട്രോ മാറ്റി വെച്ചിട്ട് പുതിയൊരു ഇൻട്രോ പറയുക. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഞങ്ങൾ ഒന്നിച്ച് സംസാരിക്കുവാനിരിക്കുമ്പോൾ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു പാസ്റ്റർ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക, ജർമ്മനിയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ ഒരു സ്പിരിച്വൽ അസിസ്റ്റൻസിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഒക്കെ ഒരാളുണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ എങ്ങനെ ജർമ്മനിയിലേക്ക് പോകാം എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചോദിക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. അതനുസരിച്ചാണ് ഞാൻ ഇൻട്രോ പറയുകയും തുടങ്ങുകയും ചെയ്തത്. എന്നാൽ ഞങ്ങളുടെ സംഭാഷണം അസാധാരണമായ ചില കാര്യങ്ങളിലേക്ക് വഴിതിരിഞ്ഞുപോയി. ഈ ഇൻ്റർവ്യൂ നിങ്ങൾ മറക്കാതെ മുഴുവനായി കാണണം. ഇതിൽ ഞങ്ങൾ ഭൂതപ്രേത പിശാചുക്കളെ കുറിച്ചൊക്കെ സംസാരിച്ചു. കർത്താവിൻ്റെ ദാസനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിന് അസാധാരണമായ ദൈവകൃപ, ഭൂതാത്മാക്കളെ ശാസിക്കാനുള്ള പ്രത്യേകമായ വരമൊക്കെ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അതെങ്ങനെ അദ്ദേഹം ആ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്ന് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രവുമല്ല, നമുക്ക് ഒത്തിരി സംശയമുള്ള മേഖലകളുണ്ട്. ബൈബിൾ പഠിക്കുന്നവർക്ക് പലപ്പോഴും സംശയമുണ്ടാകുന്ന മേഖലകളുണ്ട്. ഭൂതമുണ്ടോ, പ്രേതമുണ്ടോ, പിശാചുണ്ടോ, അത് എങ്ങനെയാണ് ഈ ആത്മതലത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ, ആത്മതലത്തിലുള്ള ജീവികൾ അല്ലെങ്കിൽ ഈ ആത്മാക്കൾ എങ്ങനെ മനുഷ്യ ശരീരത്തിൽ കയറുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ഭൂതത്തെ ശാസിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭൂത ഉപദ്രവത്തിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾക്കുള്ള മറുപടി ഈ ഇൻ്റർവ്യൂവിനകത്തുണ്ട്. മറക്കാതെ ഇത് മുഴുവൻ കാണുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. IPC ഷാലോം ഫ്രാങ്ക്ഫർട്ട് സഭയുടെ പാസ്റ്ററാണ്. അതെ. ഈ പത്തനാപുരക്കാരെല്ലാം സഭയ്ക്ക് പേരിടുമ്പോൾ ഷാലോം എന്നാണോ ഇടുന്നത്? ഷാലോം സമാധാനമല്ലേ വേണ്ടത്. ഓക്കെ. അല്ലെ, പത്തനാപുരത്ത് ഷാലോം അല്ലേ? പത്തനാപുരം IPC ചർച്ചിന്റെ പേരും ഷാലോം. ഓക്കെ. എനിവേ, ഫ്രാങ്ക്ഫർട്ട് ഇപ്പൊ എല്ലാവരും കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസ് എല്ലാം ജർമ്മനിയിലോട്ടാണ് യാത്ര ചെയ്യുന്നത്. അതെ. ഇവിടെ എല്ലാം നമ്മൾ യാത്ര ചെയ്താൽ ബോർഡുകൾ കാണാം, ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നു. നന്നായിട്ട് പഠിച്ചോ ജർമ്മൻ ഭാഷ? കുറച്ചൊക്കെ സംസാരിക്കും. നല്ല ഭാഷയാണോ? നല്ല ഭാഷ. പക്ഷെ പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. എങ്കിലും പഠിച്ചെടുത്ത അവിടുത്തെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ലത്. ഓക്കെ. ഈ വിദ്യാർത്ഥികൾ ഇപ്പം കാനഡയിലേക്കായിരുന്നു ഒരു കാലത്ത് ഒഴുക്ക്, UK ഒഴുക്കുള്ള കാരണം ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറിയിട്ട് ജർമ്മനിയാണ് ഇപ്പം ഒരു ഡ്രീം ലാൻഡായിട്ട് സ്റ്റുഡൻസ് കരുതുന്നത്. ഒത്തിരി സാധ്യതകളാണ് ഇപ്പം. ആക്ച്വലി മെഡിക്കൽ ഫീൽഡും IT ഫീൽഡ്, മിക്കവാറും എല്ലാ ഫീൽഡിലേക്കും സ്റ്റുഡൻസ് വരുന്നുണ്ട് പഠിക്കാൻ വേണ്ടി. ഇന്ത്യയിൽ നിന്ന് നന്നായിട്ട് ആൾ വരും. പ്രധാനമായിട്ടും വേണ്ടുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒത്തിരി സാധ്യതകളുണ്ട്. വാതിലുകൾ തുറന്നു കിടക്കുന്ന ഒരു രാജ്യമാണ്. ഓക്കെ. എനിവേ, നമുക്ക് പിന്നെ പാസ്റ്റർ ലൈഫിലേക്ക് പ്രവേശിച്ചാൽ പത്തനാപുരത്ത് എവിടെയാ ശരിക്കും? പത്തനാപുരം എൻ്റെ സ്വദേശം കടക്കാമണ്ണ് എന്ന് പറഞ്ഞ കടക്കാമണ്ണ് AGയിലെ മെമ്പറാണ്. എൻ്റെ പിതാവും മാതാവും എല്ലാം ഉണ്ട്. അവരൊക്കെ പാരമ്പര്യമായിട്ട് പെന്തക്കോസ്തിൽ പാരമ്പര്യമായിട്ട് പെന്തക്കോസ്തിൽ തന്നെയാണ്. അങ്ങനെ ആ ഒരു വിശ്വാസ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്നതുകൊണ്ട് ചെറുപ്പം മുതലേ തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ വളർന്നു വരാൻ സാധിച്ചല്ലേ? അതോ? എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ദൈവഭയത്തിൽ തന്നെ മാതാപിതാക്കളും എൻ്റെ പാസ്റ്റർമാരും ചർച്ച് മെമ്പേഴ്സും സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആത്മീയമായി വളരാൻ. അത് എൻ്റെ ജീവിതത്തിൽ ഇന്നും ബാല്യത്തിലെ കൊടുക്കുന്ന ശീലങ്ങൾ ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്നത്. അത് എൻ്റെ ലൈഫിനകത്ത് ഒത്തിരി അനുഭവത്തോടെ പറയാൻ പറ്റും. ഈ ഫാദറിനെയും മദറിനെയും കുറിച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബ പേരും കാര്യങ്ങളൊക്കെ? ആക്ച്വലി ഞങ്ങൾ പത്തനാപുരത്ത് കടക്കാമണ്ണ് തേക്കാട്ടിൽ കുടുംബത്തിലെ അംഗങ്ങളാണ്. ആക്ച്വലി ഒരു അനുഭവ സാക്ഷ്യം എൻ്റെ പാസ്റ്റർ പപ്പായും മമ്മിയും കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയുക. എൻ്റെ പപ്പായുടെ പപ്പായും മമ്മിയുടെ പപ്പായും
അവർ കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെട്ടവർ. ഓക്കെ. അപ്പോൾ അവർ ആരംഭകാല പെന്തക്കോസ്തിന്റെ ശക്തരായ പ്രസംഗകരായിരുന്നു. രണ്ടുപേരുടെയും പേര് ജോൺ എന്നാ. അപ്പം എനിക്കന്ന് നന്ദിയോടെ പറയാം. അവരിപ്പം ജീവിച്ചിരിപ്പില്ല, എങ്കിലും ഞാൻ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുണ്ട്. അവര് രണ്ടുപേരും കടയ്ക്കാമൺകാരാണോ? ഒരാള് പട്ടാഴി, ഒരാള് പത്തനാപുരം. അപ്പം എൻ്റെ വല്യപ്പച്ചൻ പറയുന്ന ഒരു വാചകം പ്രസംഗത്തിൽ പറയാറുണ്ട്. ആ പ്രസംഗത്തിൽ പറയുന്നത്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ മരിച്ചു വീഴണം. അങ്ങനെ തീഷ്ണതയോടെ എരിവോടെ പ്രസംഗിക്കുന്നൊരു പിതാക്കന്മാരെ എനിക്കുണ്ടായിരുന്നു. അല്ല, അവര് പാസ്റ്റേഴ്സ് ആയിരുന്നോ? പാസ്റ്റേഴ്സ് അല്ല. അല്ല അല്ല, പാസ്റ്റേഴ്സ് അല്ല. പക്ഷെ അവര് കുറെ ശരിക്കും അവരുടെ പേരുകളൊന്ന് പറയാമോ? ശരിക്കും ജോൺ എന്നാണ് അറിയപ്പെടുന്നിരുന്നത്. ആക്ച്വലി എന്റെ മമ്മിയുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്രദറൻ ബാക്ക്ഗ്രൗണ്ട്. ബ്രദറിലെ ഒരു ഉപദേശിയായിരുന്നു മമ്മിയുടെ ഫാദർ. അത് ആക്ച്വലി പക്ക ഉപദേശിയായിരുന്നു. പക്ഷെ പപ്പ വരുമ്പോൾ കുറെ ജോലിയൊക്കെ ചെയ്തിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് ഫുൾ ടൈം ഇറങ്ങിയത്. ഒത്തിരി ലോകരാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകാനും അതൊക്കെ കണ്ട് എനിക്ക് വളരാൻ പറ്റി. അതൊരു സന്തോഷമാണ്. ആ വല്യപ്പച്ചന്മാരുടെ ഒരു ലെഗസി അല്ലേ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിവേ, പിന്നെ ആ പാതയിൽ സഭ ഒരു ശുശ്രൂഷ രംഗത്തേക്ക് ഇറങ്ങാൻ, സുവിശേഷകനാകാനൊക്കെ ദൈവം ഭാഗ്യം തന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്. ഓക്കെ. എനിവേ, ഫാദറിൻ്റെയും മദറിൻ്റെയും പേരെന്ന് പറഞ്ഞാൽ? എൻ്റെ പപ്പയുടെ പേര് എബ്രഹാം ജോൺ, മമ്മയുടെ പേര് മേഴ്സി എബ്രഹാം. ഓക്കെ. എനിക്കൊരു പെങ്ങളുണ്ട്, ബ്ലസ്സി. എൻ്റെ അളിയൻ ജിജോയി മാത്യു PhD കഴിഞ്ഞ് കർത്താവിൻ്റെ വേലയിലാണ്. അവരെവിടെ? അവര് നെതർലാൻഡിൽ, ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ. എങ്ങനെയാ ഈ ജർമ്മനിയിൽ എത്തിപ്പെടുന്നത്? ആക്ച്വലി ജർമ്മനി എന്നൊരു കൺട്രി, ഞാൻ 17-ാമത്തെ വയസ്സിൽ 2000 സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ കേരള തിയോളജിക്കൽ സെമിനാരിയിൽ ബാച്ചിലർ ഓഫ് തിയോളജി 3 വർഷം പഠിച്ചു. കൊട്ടാരക്കര ഗ്രാജുവേറ്റ് ചെയ്തു. അതിനുശേഷം AG ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പൈനിയർ ചെയ്തു. അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ച സെമിനാരി തന്നെ വാർഡനായിട്ടും ചാപ്പിളനായിട്ടും ചേർന്നു. പിന്നെ വൈവാം എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ഞാൻ DTS കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് SABC ബാംഗ്ലൂർ പോയി മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എടുക്കാൻ ഒരാഗ്രഹം വന്നു. അങ്ങനെ പോയി മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എടുത്തു. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു ഒരു ദൈവ നിയോഗം കിട്ടാൻ. അപ്പം നമ്മുടെ ദുബായിലുള്ള ജെക്സി പാസ്റ്റർ, മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ച്, ആ ചർച്ചിന്റെ കീഴിലുള്ള ഒരു ചർച്ച് ഫർണിക്കാവിലുണ്ടായിരുന്നു. അവിടെ 10 വർഷം ഒരു ചർച്ചിൽ പാസ്റ്ററായിട്ടിരുന്നു, ശുശ്രൂഷകനായിട്ടിരുന്നു. ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഹോളും കാര്യങ്ങളും സെമിട്രി സകല കാര്യങ്ങളും എന്നെ കൊണ്ട് ദൈവം ക്രമീകരിച്ചു. ചർച്ചും നന്നായി എന്നെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ. അതിന് ശേഷമാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോകാനുള്ള ഒരു ക്രമീകരണത്തിലേക്ക് വന്നത്. അതിനൊരു കാരണം എൻ്റെ ഭാര്യയാണ്. ആക്ച്വലി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2014 അവൾ മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ വേണ്ടി റോമിൽ പോയി. റോമിൽ കുറേ നാൾ ഉണ്ടായിരുന്നു. 2018 ജർമ്മൻ ഭാഷ പഠിച്ച് അവൾ ജർമ്മനിയിലേക്ക് വന്നു. അങ്ങനെ B2 ലെവൽ പാസ്സായി അവൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ദൈവത്താൽ ഒരുക്കപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ജർമ്മനിയിൽ എത്തപ്പെടുന്നത്. ആക്ച്വലി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ജർമ്മനിയിലോ അല്ലെ യൂറോപ്പിലോ ഒക്കെ ആയിത്തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം സാങ്കുട്ടി പാസ്റ്ററെ ഒരു പ്രവാചകൻ, 8ാം ക്ലാസ്സിൽ പഠിക്കുമെന്ന് പറഞ്ഞാൽ എത്രയും പ്രായമുണ്ട്. ആ പ്രായത്തിൽ ഞങ്ങളുടെ കടയ്ക്കാമൺ AG ചർച്ചിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ, ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പ്രവാചകൻ വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിന്നെ അനേക രാജ്യങ്ങളിൽ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു, നിന്നെ ഒരു വലിയ പ്രവാചക ശബ്ദമാക്കി ദൈവം മാറ്റുമെന്ന്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് തൊട്ട് തുടർമാനം എവിടെ പ്രാർത്ഥനയ്ക്ക് പോയാലും തലയിൽ കൈവച്ച ദൂതുണ്ട്. അത് നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ? ഇന്നത്തെ ഈ ജെൻസി ജനറേഷൻ അവരെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇപ്പൊ എന്റെ ചർച്ചിൽ, ഇപ്പം ഫ്രാങ്ക്ഫോർട്ടിലെ ചർച്ചില് കൂടുതലും യൗവനക്കാരാണ്.
ഇപ്പം ജർമ്മനി മൊത്തം നോക്കുവാണെങ്കിൽ മൊത്തം യൗവനക്കാർ കൂടുതൽ വരുന്നു. അതെ. ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം ഒരു ടിപ്പിക്കൽ മലയാളി പാസ്റ്ററായിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് നേരെ എന്നെ ഷിഫ്റ്റ് ചെയ്ത് ജർമ്മനി കൊണ്ടുവന്നാക്കി. ഞാൻ കർത്താവിനോട് ചോദിച്ചു എങ്ങനെ ഇവരെ ഇത് ചെയ്യാം. അപ്പൊ അവരോടൊപ്പം ഇറങ്ങാനും അവരോടൊപ്പം അവരുടെ വേവ് ലെങ്തി ചിന്തിക്കാനും ഒക്കെ ദൈവം എന്നെ പഠിപ്പിച്ചു കുറെ വർഷങ്ങളായിട്ട്. അത് ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പൊ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ആ ദൈവിക ആലോചന അത് മനസ്സിലിങ്ങനെ കിടന്നിരുന്നു. അങ്ങനെ അതിൽ നിന്നാണോ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനുള്ള ഒരു നിയോഗം ലഭിക്കുന്നത്? സാക്ഷി ഞാനൊരു 2 മിനിറ്റ് പറയാം സാങ്കുട്ടി പാസ്റ്ററെ. അപ്പോൾ ഞാൻ എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും കല്യാണ ശേഷം ഏകദേശം 6 വർഷത്തോളം മക്കളില്ലായിരുന്നു. ഒരു സന്തതിയെ തരുന്നേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തോളാന്ന് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ പ്രാർത്ഥിച്ച് മേടിച്ച ഒരാൾ. അപ്പോൾ അങ്ങനെ നേർന്ന് സമർപ്പിച്ച ഒരു അനുഭവം ഉള്ളത് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. പക്ഷെ ഞാനൊന്നും കാര്യമാക്കാറില്ല. പക്ഷെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ലൈഫ് ഒത്തിരി മാറി. ഞാൻ പഠിച്ചു വന്ന ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് ടോട്ടൽ തിരിഞ്ഞു. അന്ന് പ്രീ ഡിഗ്രിയാ പഠിച്ചത്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നന്നായി ഉഴപ്പിയെന്ന് പറയാം. ഉഴപ്പിയത് കൊണ്ട് 10 സബ്ജക്റ്റ് 2 വർഷം 10 സബ്ജക്റ്റിന് തോറ്റുപോയി. ഒരു സബ്ജക്റ്റ് പോലും ജയിച്ചില്ല. അപ്പൊ 10 സബ്ജക്റ്റും തോറ്റു. അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യനുണ്ട്. അവൻ ഒരു ഹിന്ദു സഹോദരൻ. അവൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്ലസ് നമുക്ക് നാട് വിടാം, എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കാം, ഇനി നിന്നിട്ട് കാര്യമില്ല. ഞാനും 10 സബ്ജക്റ്റ് ഞാൻ തോറ്റു, അവനും 3-4 സബ്ജക്ട് തോറ്റു, ഇനി എന്നാ നിന്നിട്ട് കാര്യം വിചാരിച്ചു. അങ്ങനെ ആരോടും പറയാതെ ഒരു ദിവസം മുംബൈയിൽ പോയി, നാട് വിട്ടുപോയി. അന്നത്തെ സംഭവം 1999 സംഭവം. അപ്പൊ ഈ 1999 വലിയ ഫോണും കണക്ടിവിറ്റി ഒന്നുമില്ല. ആകെ കൂടെ ആ നാട്ടില് കുടുംബ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഒരു ലാൻഡ് ഫോൺ. അപ്പം ഒരു പോക്കങ്ങ് പോയി. പക്ഷെ മുംബൈയിൽ ദൈവം ഒരു ദിവസം നിർത്തിയുള്ളൂ. രാവിലെ ഇറങ്ങി ഒരു മലയാളി കണ്ടുകൂട്ടി ജോലി മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി. 2000 രൂപ ശമ്പളം വിത്ത് അക്കോമഡേഷൻ 1999. അപ്പം ഞാൻ എൻ്റെ കൂട്ടു സഹോദരനടുത്ത് പറഞ്ഞു, എടാ നിനക്ക് 2 കിഡ്നി ഉണ്ട്, എനിക്കും 2 കിഡ്നി ഉണ്ട്, ഇത് പോവാൻ സാധ്യതയുണ്ട്. അത്രയും ചിന്തയൊക്കെ ഉണ്ട്. അത്രയും ചിന്ത വരാൻ കാര്യം തന്നെ അറിയോ? എന്റെ വീട്ടിൽ പാമടക്കാതെ അന്ന് തൊട്ട് പ്രാർത്ഥന തുടങ്ങി. കാര്യം ഈ അന്ന് ദൈവമക്കൾക്ക് ഈ വേറെ ഒരു ചിന്തയില്ല. ഏതാ പ്രെയർ ചെയ്യുക. എന്ത് വിഷയം വന്നാലും മുട്ടുമടക്കുക, പ്രാർത്ഥന. ഇത് മാത്രമേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് നമ്മൾ പല വഴി കൂടെ നോക്കും. ഏതാ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളൊക്കെ നോക്കി. പക്ഷെ അന്ന് അവര് പ്രാർത്ഥിച്ചു. സഭ മൊത്തവും എൻ്റെ ചർച്ച് ഫുള്ള് വീട്ടിനകത്ത് വന്ന് അന്ന് വൈകുന്നേരം തൊട്ട് ഞാൻ കോളേജിൽ പോകുന്ന പറഞ്ഞ് പോയ പോക്കാം. പക്ഷെ 5 ദിവസമായിട്ട് എന്നെ കാണുന്നില്ല. ആ 5 ദിവസവും അവർ പ്രാർത്ഥനയായിരുന്നു. അല്ല, വേറെ അന്വേഷണങ്ങളൊന്നും നടന്നില്ല? ഒന്നും നടന്നിട്ടില്ല. അന്വേഷണം അവർക്ക് ഇവിടെയൊക്കെ നാട്ടിലൊക്കെ അന്വേഷിച്ചു. പക്ഷെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാതെ നമുക്ക് ഏറ്റവും പോയിന്റിലേക്ക് വന്ന വൈകുന്നേരം ആയപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം. ഈ മനസ്സ് മാറാൻ കാരണം പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രയറിന് അത്ര പവറുണ്ട്. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ സഭ പുറത്ത് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഈ പ്രാർത്ഥനയുടെ ഫലം എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ വന്നു കയറുമ്പോൾ ആരാധന നടന്നുകൊണ്ടിരിക്കുക, പ്രാർത്ഥന നടന്നു, ചെന്ന് കയറി ഇരുന്ന് കൊടുക്കുക. ഇവരെല്ലാം അന്തം വിട്ടു തോന്നുക. പ്രാർത്ഥനയുടെ മറുപടി 5 ദിവസമായിട്ട് കാണാത്ത മനുഷ്യൻ. പത്രോസ് പ്രാർത്ഥിച്ചവരുടെ മുറിയുടെ വാതിക്ക് വന്ന് മുട്ടി വിളിച്ച പോലെ ആയിപ്പോയി. ഈ എൻ്റെ കൂടെ വന്ന എൻ്റെ കൂട്ടുകാരൻ ഇന്ന് ലോകത്തിലില്ല. അവൻ ആത്മഹത്യ ചെയ്തു. അവൻ സൂയിസൈഡ് ചെയ്തു. അപ്പൊ എനിക്കത് ഒത്തിരി ഇതായിരുന്നു. പക്ഷെ ഞാൻ ബാച്ചിലർ ഓഫ് തിയോളജി പഠിക്കുമ്പോൾ എൻ്റെ തിസീസ് ഞാൻ ചെയ്തത് സൂയിസൈഡിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം. അതൊരു ഭയങ്കര ഒരു തിസീസ് പോലെ ഞാൻ എഴുതി. ബിക്കോസ് എന്നെ ഒത്തിരി കാര്യം പഠിപ്പിച്ചു. അന്ന് ദൈവം എന്നോട് പറഞ്ഞു, ഇനി നീ കണ്ടുമുട്ടുന്ന ഒരാളും ആത്മഹത്യ ചെയ്യാനിടയാകരുത്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഏത് പ്രശ്നത്തെയും ഫേസ് ചെയ്ത് കയറണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്തനാപുരത്ത് പെനിയൽ ഗോസ്പൽ ടീം എന്ന് പറഞ്ഞൊരു ടീം. അതെന്ന് പറഞ്ഞ മാസ്റ്ററെ 10-20 പ്രവാചകന്മാർ ഒരുമിച്ചിരുന്നു ഭയങ്കര തീ കത്തി ആരാധിക്കുന്നു. ഈ ആരാധിക്കുന്ന സ്ഥലത്ത് പോയി ഞാൻ ഇരുന്നു. എന്നെ വിളിച്ച വീട്ടിൽ വന്ന് 2 പാസ്റ്റർമാർ വിളിച്ചത്. അവിടെ ചെന്നിരുന്ന് എഞ്ചിനീയർ ബാബുച്ചാന്റെ വീടിന്റെ മുകളിലാണ് പത്തനാപുരത്ത്.
അവിടെ ഇരുന്ന് ചെന്നപ്പോ ഈ തീക്കകത്ത് എന്ന് കയറിയ ഒരു പ്രതീതി. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ല് രോഗവിദഗ്ധൻ, കണ്ണ് രോഗവിദഗ്ധൻ എന്ന് പറഞ്ഞ പോലെ ഭൂതപ്രേത പിശാചുകളോ പാപി പിന്മാറ്റോ സകലത്തിനും വിദഗ്ധന്മാരിരിക്കുക, പ്രവാചകന്മാരുടെ ഒരു സംഘം ഇരിക്കുക. ഏത് കാറ്റഗറി ആള് വന്നാലും കയറി പോകും, ഇറങ്ങി വരുമ്പോൾ വിടുതൽ പ്രാപിച്ചു പോകും. അപ്പൊ എന്റെ രോഗം പാപി പിന്മാറ്റമാണ്. പാപി പിന്മാറ്റമായപ്പോ എന്നെ ഒരു റൂമിലോട്ട് വരിക, 2 പാസ്റ്റർമാർ ഇങ്ങനെ ആടിയാടി അന്യഭാഷയൊക്കെ പറഞ്ഞിരിക്കുക. മനസ്സിലാവുന്നവർക്ക് ഇത് മനസ്സിലാവും, വിമർശിക്കുന്നവർക്ക് വിമർശിക്കുകയും ചെയ്യാം. പക്ഷെ വിശ്വസിക്കുന്നവർ ആത്മമണ്ഡലത്തെ കുറിച്ച് ഒരു തെളിച്ചമുള്ള ആളുകൾക്ക് മനസ്സിലാവും. പച്ചയായി പാസ്റ്റർമാരെ, അപ്പനെ അമ്മയെ സകല ആൾക്കാരെയും കളിപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഒന്നും മറയപ്പെടത്തില്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഇവരുടെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്ന പോലെ ഫുള്ള് ഹിസ്റ്ററി അങ്ങ് പറയുമല്ലോ. അവിടെ ഇരുന്നോണ്ട് ഞാൻ ചിന്തിച്ചു, ഇത്ര കൃത്യമായി എന്നെ അറിയുന്ന ഒരു കർത്താവ് തോറ്റ് കൂടെ വന്നവൻ ആത്മഹത്യ സകല മേഖലയും പരാജയപ്പെട്ട് തകർന്നിരിക്കുക, പിടിച്ചാ കിട്ടത്തില്ല. അരയിൽ കത്തിയും കയ്യിൽ ഇടിവളയുമായി നടന്ന ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം രാഷ്ട്രീയ പ്രവർത്തനം. ഇന്ന് എന്നെ കാണുന്നവർ ചോദിക്കും, ബ്ലസം പാസ്റ്ററെ താങ്കളാണോ അങ്ങനെ? അല്ല, പക്ഷെ ദൈവം എന്നെ കുഞ്ഞാടാക്കി മാറ്റിയതാണ്. ഞാൻ വലിയ വലിപ്പത്തിലല്ല പറയണേ, പക്ഷെ ദൈവം ചെയ്ത. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ നല്ലൊരു ക്രിസ്തീയ ഫാമിലി പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ ഉഴപ്പിപ്പോയി? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പം ഈ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളവനെ പിശാച് റൂട്ട് മാറ്റി, യോനയെ റൂട്ട് മാറ്റി. ശൗല് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ ഇറങ്ങി തിരിച്ചു. ഇവരെല്ലാം ആയിരുന്നു പിന്നീട് ശക്തൻ. ഒറ്റ പ്രവചനത്തിൽ 1,20,000 പേരാ യോനയെ കൂടെ നിനവെ വിടുവിക്കപ്പെടുന്നത്. പൗലോസ്, അവരൊക്കെ എന്ത് ശക്തന്മാരാ. അപ്പൊ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന. അപ്പം മോശയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റയടിക്ക് ആരെ കൊന്നു? എബ്രാഹിമും ഫിലിസ്തീനും കൂടെ അഴുക്ക് കൂടുമ്പോ ഇടയ്ക്ക് കയറിയിരുന്നു, ഒറ്റയടിക്ക് ഫെലിസ്തീനെ കൊന്നു. നമ്മുടെ കാഴ്ചപ്പാടി നോക്കിയാൽ ഇവൻ ക്വാളിഫൈഡ് അല്ല. ഇവൻ ഇങ്ങനായി? കാരണം നൈൽ നദിയിൽ നിന്ന് വിടിവിക്കപ്പെട്ട് രക്ഷപ്പെട്ട് ഇത്രയും ടോപ്പ് പൊസിഷനിൽ നിൽക്കുക ഫറവോന്റെ കൊട്ടാരത്തിൽ, ഇങ്ങനായെന്ന് ചോദിക്കുമ്പോൾ മറുപടിക്ക് ഒറ്റ മറുപടി, ഞാൻ ദൈവത്തീത് പ്രാപിച്ചൊരു മറുപടി പറയാം. ഈ ദൈവത്തിന് ആവശ്യമുള്ള ചിലതൊക്കെ കെട്ടപ്പെട്ട് കിടക്കും. അതെ, അത് കുറ്റിയടിച്ച് ആ കയറിന് കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിന് ആവശ്യമുള്ളതിന് ദൈവം കെട്ടഴിച്ചു വിടും. അതാണ് എൻ്റെ ജീവിതത്തിൽ 17ാമത്തെ വയസ്സിൽ സംഭവിച്ചത്. എത്ര തെറ്റിപ്പോയാലും ദൈവത്തിന് ആവശ്യമുള്ളതിനെ ദൈവം തിരിച്ചു കൊണ്ടുവരും. അത് കമ്പാക്ട് ടു ഗോഡ് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന് സന്ദേശം. അത് യൗവനക്കാരോടുള്ള ബന്ധത്തിലാണെങ്കിലും സകല ആൾക്കാരോടുള്ള ബന്ധത്തിൽ കമ്പാക്ട് ടു ഗോഡ്, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക. ഇത് മാത്രമേ ഉള്ളൂ ദൈവം ആഗ്രഹിക്കും. അങ്ങനെയാണ് ഞാൻ മടങ്ങി വരാനിടയായത്. അപ്പൊ ഈ പ്രവാചകന്മാരുടെ അടുത്തിരുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. പ്രവാചകന്മാരുടെ അടുത്തിരുന്ന് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രസംഗൻ പ്രസംഗിക്കുന്നു, അദ്ദേഹം ഒരു പ്രവാചകന ദാവീദിനെ കുറിച്ച് സംസാരിച്ചു മൊത്തം എന്നോടുള്ള സംസാരം. കുറെ പാസ്റ്റർമാർ ഇരിപ്പുണ്ട്, കുറെ ദൈവമക്കൾ ഇരിപ്പുണ്ട്, ഹോള് നിറച്ച ആൾക്കാരിപ്പുണ്ട്. മെസ്സേജിന്റെ അവസാനം എന്റെ നേർക്ക് വിരളി കൊണ്ടിട്ട് ആ മോൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എന്നെ വിരളി കൊണ്ടിട്ടാ പറയണേ. ഞാൻ എഴുന്നേറ്റ് നിന്നു. 10-20ഓളം പ്രവാചകന്മാരിരിക്കുക. പരിചയമോ അങ്ങനൊന്നുമില്ല, ഒന്നുമില്ല. ആദ്യമായിട്ട് ചെന്ന് കയറുക. എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഇങ്ങനെ തകർന്ന് ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് എന്നെ വിളിച്ച. അപ്പം ഞാൻ ചെന്നു. അവിടെ എനിക്ക് എൻ്റെ വിരളി കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. സുവിശേഷ വേലയ്ക്കായി ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. നിന്നെ രാജ്യങ്ങളിൽ ദൈവം ഉപയോഗിക്കാൻ പോകണം. അന്നൊന്നും അത്ര കാര്യമായിട്ട് എടുത്തില്ല. തീർന്നിരിക്കുന്നവൻ ഇനിയും പ്രതീക്ഷയൊന്നുമില്ല. അപ്പം ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ എനിക്കൊരു വാചകം പോലും പറയാൻ അറിയത്തില്ല സാങ്കുട്ടി പാസ്റ്ററെ. പക്ഷേ ആ ദേവദാസൻ എനിക്ക് പറഞ്ഞു തന്നൊരു വാചകം, ഇന്ന് തൊട്ട് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ യേശുവിന് വേണ്ടി ഞാൻ ജീവിച്ചോളാം. ഈ പ്രവാചകന്മാരുടെ നടുക്ക്, ദൈവമക്കളുടെ നടുക്ക് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുക, ബൈബിളും പിടിച്ചോണ്ട് സമർപ്പിക്കുക. എന്നിട്ട് അതിനോട് പറഞ്ഞ് മുട്ടുകുത്താൻ പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി. തലയിലും ദേഹത്തും എല്ലാം ദൈവദാസന്മാരുടെ കൈവച്ചിട്ട് ഇവരെന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുക. അങ്ങനെ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് ചിന്തിക്കുന്നതിനപ്പുറം, നമുക്ക് മനുഷ്യയെ ചിന്തിച്ചാൽ മനസ്സിലാവട്ടില്ല. ഈ കൈവച്ച് ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇത്രയും ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ച്
ഒരു ഇരുട്ടിൻ്റെ ശക്തിയെ ശാസിച്ചു കളഞ്ഞിട്ട് കർത്താവിന് വേണ്ടി എന്നെ വേർതിരിച്ചു. അന്നൊരു തീ കത്തി. ഇവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അടുത്ത് തന്നെ അറിയോ, കൈയടിച്ച് അന്യഭാഷയിൽ ഭയങ്കര ആരാധന. ഈ ആരാധനയ്ക്കകത്ത് ഭയങ്കര ദൈവശക്തി ഇറങ്ങി. അന്ന് ഞാൻ എൻ്റെ മേലൊരു അനോയിൻറ്റിങ് ഇറങ്ങി. ഞാൻ ആ വീടിൽ നിന്ന് ഹോളിൽ നിന്ന് ഇറങ്ങി വെളിയിൽ പോകുമ്പോൾ വേറൊരു മനുഷ്യനായിട്ടാണ് ദൈവ തേജസ് കൊണ്ട് നിറയപ്പെട്ട ഒരു വലിയ ഇരുട്ട് മാറി വലിയ സന്തോഷമുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മാവന, എൻ്റെ പപ്പായുടെ പെങ്ങളുടെ ഹസ്ബൻഡാണ് കുഞ്ഞപ്പൻ സി വർഗീസ്, ഡോക്ടർ കുഞ്ഞപ്പൻ സി വർഗീസ്, കേരള തിയോളജിക്കൽ സെമിനാരി സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം. അതെ, മാസ്റ്റർ അവിടെ വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ പലവട്ടവും കണ്ടിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞേ, അപ്പൊ 2000 കാലഘട്ടത്തിൽ, അപ്പം ആ സമയത്ത് സെമിനാരി തുടങ്ങുക. അപ്പൊ ഞാനിങ്ങനെ സമർപ്പിച്ചു എന്ന് അറിയുകയും അങ്കിൾ എന്നെ വിളിക്കുകയും ചെയ്യുക. നേരെ വെട്ടിയെടുത്ത് പോയി, ഒന്നും നോക്കിയില്ല. പക്ഷെ അവിടെ ചെന്നിട്ടും അവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് ഇതായിരുന്നു. പക്ഷെ ദൈവം എന്നെ 3 വർഷം പഠിപ്പിച്ചു. പക്ഷെ ദൈവം എന്നെ കൊണ്ടുവന്ന പാതകൾ ഇപ്പം ചിന്തിക്കുമ്പോൾ ഒത്തിരി. 26 വർഷമായി പാസ്റ്ററെ, 2000 ഇറങ്ങിയത് 26 വർഷമായി. അല്ല, ഇവിടെ വെച്ച് നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ ജൻസി അല്ലെങ്കിൽ ചെറുപ്പക്കാരോട് ഒരു സന്ദേശം പറയാൻ പറഞ്ഞാൽ എന്താ പറയും, സ്വന്തം ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ? ഇപ്പോഴത്തെ തോട്ട് പാറ്റേൺ ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ തോട്ട് പാറ്റേൺ. ഇപ്പം നമ്മൾ, എൻ്റെ കാര്യം പറഞ്ഞാൽ 80s ഞാൻ കണ്ടു, 90s കണ്ടു, ജെൻസി ജനറേഷൻ കണ്ടു. 3 ജനറേഷൻ ഞാൻ കണ്ടിരിക്കുന്നു. 3 ജനറേഷനിലെ ആൾക്കാരുടെ ക്യാരക്ടർ ബേസ് എനിക്കറിയാം, അവരുടെ എവിടെ വരെ എത്തുമെന്ന് നമുക്കറിയാം. ഈ ജെൻസി ജനറേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ കണ്ടിടത്തോളം ഇവർ മാസ്ക് ഇടത്തില്ല. എൻ്റെ അടുത്ത് തോന്നുന്നത്, മോനെ നീ അത് ചെയ്തോ? ചെയ്തു പാസ്റ്ററെ. പപ്പ അത് ചെയ്തോ? ഡാഡി അത് ചെയ്തു? ഡാഡി ചെയ്തു. ഇങ്ങനെ മറച്ചു വെക്കാത്ത ഒരു ജനറേഷൻ. പക്ഷേ ഇവരുടെ അകത്തേക്ക് ദൈവസ്നേഹം ഇട്ടുകൊടുത്താൽ കൃത്യമായി ഇവർ ദൈവസ്നേഹത്തിനകത്ത് നിൽക്കും. ഇവർ ദൈവരാജ്യത്തിനകത്ത് പ്രയോജനപ്പെടണമെന്ന് ഇവർ വിചാരിച്ചാൽ ഒരു ഏറ്റവും ടോപ്പായിട്ട് ബെസ്റ്റായിട്ട് ചെയ്യും. പഴയ ജനറേഷൻ പോലെ ഏറ്റവും ബെസ്റ്റായിട്ടാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രീം ലെവലുണ്ട്. അത് ഇന്നത്തെ ചർച്ച് കാണുന്നില്ല. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രീം ലെവലുണ്ട്. അത് മീഡിയയിൽ കൂടെ ആകട്ടെ, ടെക്നോളജി പരമാകട്ടെ, ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ശരിക്കും ഇന്നത്തെ ഈ ജെൻസി ജനറേഷനിൽ എത്ര പേര് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുന്നുണ്ട്? മലയാളി കമ്മ്യൂണിറ്റി ഞാൻ ചോദിക്കുന്നു. എൻ്റെയൊക്കെ ജനറേഷൻ അല്ലെ പാസ്റ്റർ ജനറേഷൻ നമ്മൾ തൂത്തുവാരി ബൈബിൾ കോളേജിൽ പോകുക. അല്ല, അന്ന് ബൈബിൾ കോളേജ് അഡ്മിഷൻ കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ട്. ഇന്നിപ്പോൾ ബൈബിൾ കോളേജുകളെല്ലാം അടച്ചു പോവുകയാണ്. ഇന്ന് മലയാളി കമ്മ്യൂണിറ്റിയിൽ ഒരാൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണില്ല. ഞങ്ങളുടെ ജർമ്മനിയിലാണെങ്കിൽ തുറന്നു പറയുകയാണെങ്കിൽ അവിടെ പഠിക്കാൻ വരുന്ന പിള്ളേരെ, മക്കളെ നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ഞങ്ങൾ വന്നിട്ട് കർത്തൃമേശ തരാം, മാസത്തിൽ ഒരിക്കലോ 6 മാസം കൂടിയിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ സ്നാനപ്പെടുത്തണം, നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ. ഇവരാണ് സങ്കീർത്തനം പ്രബോധിപ്പിക്കാൻ തുടങ്ങുന്നത്, ഇവരാണ് പ്രാസംഗിക്കുക. കാരണം ഇവർക്ക് പാസ്റ്ററൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, പക്ഷെ ഒരു ചർച്ചും അടുത്തില്ല. പണ്ടത്തെ നോർത്ത് ഇന്ത്യ മനസ്സിലായി. അപ്പോൾ അവരത് ഗ്രൂപ്പ് ആവുന്നു. പിന്നീട് അത് വളർന്നു ഒരു ചർച്ചയായി മാറും. ഇതാണ് പ്രസന്റ്. ജെൻസി ജനറേഷനിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, യേശുവിൻ്റെ സ്നേഹം. പിന്നെ രണ്ട് വെളിപ്പാടുകൾ ഇവരെക്കുറിച്ച് എനിക്ക് കിട്ടിയത്. ഒന്ന്, നമുക്ക് അവരോട് പറയാൻ പറ്റുന്നത് ഒരു ക്ലീൻ ഹാർട്ട്, ശുദ്ധമായൊരു ഹൃദയം. 2, റിന്യൂവിങ് സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം പ്രാപിക്കുന്ന അനുഭവം. ഈ 2 കാര്യം എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യാൻ മാത്രം പറയുക. ഇവരെ നമ്മൾ ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കിയാൽ ഇവർ നേരെയാവത്തില്ലെന്നല്ല, ഇവർ കേൾക്കാൻ തയ്യാറല്ല. ഇവർ തിങ്കൾ തൊട്ട് ശനി വരെ പോകുന്ന, അല്ലെങ്കിൽ ഈവൻ ഞായറാഴ്ച പോലും പോകുന്ന വേൾഡ് വേറെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വേൾഡ് അല്ലത്. ആ വേൾഡിനകത്ത് ചെന്ന് പെടുമ്പോൾ, എൻ്റെ അടുത്തൊരു മോൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ജർമ്മൻ കൾച്ചറിൽ എല്ലാ ഡൈനിങ് ടേബിളിലും ബിയർ ഇരിപ്പുണ്ട്, ഞാനത് ഒരു ഗ്ലാസ് കുടിച്ചില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് വലയത്തിൽ എനിക്ക് അംഗീകാരമില്ല, ഞാൻ എന്തോ ചെയ്യണം? പാസ്റ്റർ അത് ചോദിച്ചോണ്ട് ഞാൻ പറയൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും അതേ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിരിക്കാറുണ്ട്. നിങ്ങൾ കുടിക്കണേ കുടിച്ചോ, പക്ഷേ ഞാൻ കുടിക്കില്ല. ഞാനത് തുറന്നു പറഞ്ഞു. അതെൻ്റെ സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഞാൻ ഓപ്പൺ പറയാൻ തയ്യാറായില്ലെങ്കിൽ ചിലർ തയ്യാറല്ല. അവരുടെ കൂടിരുന്ന് കുടിക്കാതെ, അവരുടെ കൂടിരുന്ന് എല്ലാ കാര്യങ്ങളും
നമുക്കൊരു ബൗണ്ടറി ഉണ്ട് ബൈബിൾ പ്രകാരം. ആ ബൗണ്ടറിക്കകത്ത് നിൽക്കാൻ നോ പറയേണ്ടത് നോ പറയാൻ തയ്യാറാകുന്നതാണ്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനകത്ത് സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്നവർ ഓക്കെ വെൽക്കം ചെയ്യണം. അതാണ് ഞാൻ പറയാറുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഓക്കെ. എനിവേ, പിന്നെ അങ്ങനെ ഈ പ്രവാചകന്മാരിൽ നിന്നും കിട്ടിയ ഒരു ദൈവിക നിയോഗം അത് ഏറ്റെടുത്തു, പഠിക്കാൻ പോയി. ദെൻ വാട്ട്, പിന്നീട് എന്താ സംഭവിച്ചു? ആക്ച്വലി ഞാൻ ഒത്തിരി പാസ്റ്റർമാർ ഈ പ്രവാചകന്മാരുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ കൃപ പ്രാപിച്ചിറങ്ങിയെങ്കിലും ഇവരുടെ പെട്ടിയും പിടിച്ചുകൊണ്ട് ഞാൻ നടക്കാറുണ്ട്. ഇന്ന് കോട്ടയത്താണ്, നാളെ തിരുവനന്തപുരത്താണ്. ഇങ്ങനെ വിശ്രമമില്ലാതെ ഇവർ പോയിക്കൊണ്ടിരിക്കും. ഇവരുടെ കൂടെ ഞാൻ പോവായിരുന്നു. നമുക്ക് വേറെ ഒരു കാര്യമില്ല, ഫുൾ കോൺസെൻട്രേറ്റ് പ്രെയർ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ ഇങ്ങനെ കൈ ചൂണ്ടി ഭൂതത്തെ ഇളക്കും, നോക്കി ഭൂതത്തെ ഇളക്കും, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പം ഈ ഭൂതമൊക്കെ ഇളകുന്ന സമയത്തൊക്കെ ഞാൻ ആക്ച്വലി പേടിക്കാറുണ്ട്. ഇതിനൊക്കെ കൃപ വേണമല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് ഈ പുൾപിറ്റിന്റെ അവിടെ പോയിരുന്ന ശിവ രക്തത്താൽ ശുദ്ധീകരിക്കണേ പറഞ്ഞ പേടിച്ചായിരിക്കും. പക്ഷേ ഇത് പിന്നീട് മനസ്സിലായി, ഇത് കേറത്തില്ല. നമ്മളല്ല പാസ്റ്റർ ചെയ്യുന്നേ, ഇത് യേശുവാ ചെയ്യുന്നത്. യേശു ചെയ്യുന്ന കാര്യത്തിൽ നമ്മളിലേക്ക് വരണ്ട എന്ത് കാര്യം? യേശു ചെയ്യട്ടെ. അപ്പം ഞാനിത് പേടിച്ച് നിന്നൊരു കാലഘട്ടമാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവം സഹായിച്ച് തമിഴ്നാട്ടിലെ ഒരു നേഴ്സിംഗ് കോളേജിൽ പ്രസംഗിക്കാൻ ഇൻവിറ്റേഷൻ കിട്ടി. അവിടെ ചെന്നു. എനിക്ക് ട്രാൻസ്ലേഷൻ പാസ്റ്റർ മാത്രമേ ഉള്ളൂ തമിഴ്. ബാക്കി എല്ലാ നേഴ്സിംഗ് കോളേജ് പെമ്പിള്ളാരും ടീച്ചേഴ്സും ആയിരിക്കും. അവിടെ 1 മണിക്കൂർ പ്രസംഗിച്ച ശേഷം കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, കൂടുമേ എല്ലാം കൂടുമേ, ഉന്മാദയെല്ലാം കൂടും, കൂടാതത് ഒന്നുമില്ലേ, ഉന്മാൽ കൂടാതത് ഒന്നുമില്ല. ഈ 4 വരി പാട്ട് എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് നിങ്ങൾ ഈ പാട്ട് പാടാൻ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അറിയാമെന്ന് പറഞ്ഞു. ഇവര് പാട്ട് പാടുകയും നേഴ്സിംഗ് കോളേജിനകത്തിരുന്ന ഒരു പെങ്കൊച്ചിൻ്റെ അകത്തിരുന്ന ഭൂതം ഇളകി നാക്കും നീട്ടി തെറിച്ചു വീഴുന്നു. എൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന തമിഴ് പാസ്റ്റർ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, നമ്മൾ 2 പേരേ ഉള്ളൂ ഇവിടെ, വേറെ ആരുമില്ല, എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു, നമ്മൾ 2 പേരെ കാട്ടി വലിയൊരാൾ ഇവിടെ ഉണ്ട്, അവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അവന് ചെയ്യാൻ പറ്റുന്നത് എന്താ ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പുള്ളിക്കാരി ചെയ്തപ്പോഴത്തേന് ഈ കൂടുമയുള്ള പാട്ട് ചെറിയ പാടിയ ഓഡിറ്റോറിയം വലിയ ശബ്ദത്തിലായി. ബിക്കോസ് ഫിയർ, ഇത് കണ്ടിട്ടില്ല അവര് ഭൂതളകി. അപ്പം ഒത്തിരി അടുത്ത് അങ്ങനെ ഇളകി ഭൂതളകിട്ടു. പക്ഷെ ദൈവം അവിടെ സൗഖ്യം കൊടുത്തു. ഞാൻ അടുത്തോട്ട് ചെന്നപ്പം ആ തമിഴ് പെങ്കൊച്ചൻ്റെ അടുത്ത്, നീ അടുത്ത് വരെ മുടിയാതെ നീ തീയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കത് എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ ഫ്രം യു. നിന്നിൽ നിന്ന് എനിക്കത് കേൾക്കണ്ട. ഐ നോ, എനിക്കറിയാം ഞാൻ ആരാണ്. എൻ്റെ ഐഡന്റിറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ് ആണ്, അനോയിന്റഡ് ആണ്, ശുശ്രൂഷകനാണ്. ദൈവം എന്നെ ലോക സ്ഥാപനത്തിന് മുമ്പേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടതാ, തിരഞ്ഞെടുത്ത, എനിക്കെല്ലാം അറിയാം. നിന്നെ ഒന്നും എനിക്ക് കേൾക്കണ്ട. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോകും. ഇവളും നിലത്തടിച്ച് വീഴുകയും ഫ്രീ ആകുകയും ചെയ്തു. ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? അറിയത്തില്ല പാസ്റ്റർ, എന്തോ സംഭവിച്ചു. പിന്നെ അവിടെ ഒരു ലോങ് ക്യൂ ആയിരുന്നു. ലോങ് ക്യൂ, പാത്രം പിടിച്ച് ഫുഡ് മേടിക്കാനല്ല, എല്ലാവരും തലയൊക്കെ വെച്ച് എൻ്റെ കൈ കഴിക്കുന്ന രീതിയിൽ ആ ഓഡിറ്റോറിയം നിറച്ച് നഴ്സിംഗ് കോളേജിൽ പ്രാർത്ഥന. ഇത് എന്നെ സംഭവിച്ചേ, ശുശ്രൂഷയിൽ നമ്മളെ വളർത്തിയ, അന്ന് തളർത്തിയവരല്ല വളർത്തിയവർ, വാക്കുകൊണ്ടും. ഈവൻ ഞാൻ വലിയ വലിയ ചർച്ചയിൽ ചെന്ന പ്രസംഗിക്കാനോ സാക്ഷ്യം പറയാനോ ചെല്ലത്തില്ല. ഈ ഒരു അച്ചൻ പാസ്റ്റർ ഉണ്ടായിരുന്നു, ജെയിംസ് അബ്രഹാം, വെച്ചൂച്ചറക്കാരൻ, മുട്ടത്തലേന. ഇന്ന് എവിടാന്ന് എനിക്ക് അറിയത്തില്ല, എവിടെയോ ഉണ്ട്. ടിപ്പൊരു പ്രസംഗം 3.5 മണിക്കൂർ 4 മണിക്കൂർ പ്രസംഗിക്കും. പക്ഷെ എന്നെ കൊണ്ടു നടക്കും. എനിക്കൊരു 20 മിനിറ്റ് അരമണിക്കൂർ സാക്ഷ്യം പറയാൻ എവിടെ ചെന്നാലും. വലിയ ചർച്ച കാണുമ്പോൾ ഞാൻ പറയും, നോ നോ നോ, വരത്തില്ല. അപ്പം നമ്മൾ ശുശ്രൂഷ ഇറങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ. ഞാൻ ഒരു വലിയ ചർച്ചയിൽ ചെന്ന് അവിടെ സ്റ്റേജായിരിക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞു, സാക്ഷ്യം പറയണം. ഞാൻ പറഞ്ഞു, പറയത്തില്ല. അദ്ദേഹം ശുശ്രൂഷയെ വളർത്തിയവരെ ഞാൻ ഓർക്കുക. ഒത്തിരിയും പേരുടെ പേര് പറയാനുണ്ടോ, എങ്കിലും ഞാൻ ഒരാളുടെ മാത്രം പേര് പറയാം. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് സ്റ്റേജിലോട്ട് ചെന്നിട്ട്, ഇപ്പോൾ നമുക്ക് പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന ഒരു കള്ളന്റെ സാക്ഷ്യം കേൾക്കാമെന്ന് പറഞ്ഞു. ദേ ഇവിടെ ഇരിപ്പുണ്ട്, അവൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു,
ഈ കള്ളന്റെ സാക്ഷി എന്ന് പറയുമ്പോൾ നമ്മളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്രയും ജനത്തിന്റെ മുമ്പിലാണ് പറയണേ. ഞാൻ എഴുന്നേൽക്കേണ്ടി വന്നു. അങ്ങനെ എന്നെ എഴുന്നേൽപ്പിച്ച ആൾക്കാരാ, ഇരുത്തിയ ആൾക്കാരല്ല, എഴുന്നേൽപ്പിച്ചു വിട്ടു. അതുകൊണ്ടാണ് ഇന്നും ഈ ശുശ്രൂഷയിൽ പുസ്തകം മടക്കി വെക്കാൻ. അല്ല, അത് വളരെ ഇൻസൾട്ടിങ് ആയിട്ട് തോന്നിയില്ലേ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ? ഇല്ല, അദ്ദേഹം ഒത്തിരി രസികനാണ്. രസികനായ ഒരു പ്രസംഗകനാണ്. അത് ഒരിക്കലും അവിടെ ഒരു ഇൻസൾട്ട് അല്ല വന്നത്. എനിക്കത് പ്രചോദനമായിട്ടാണ് തോന്നിയത്. എൻ്റെ ഒരു മനോഭാവം പറയാൻ പാസ്റ്ററെ, ഏത് കല്ലും വന്നാലും ഞാൻ അതിനകത്തൊരു ബ്ലെസ്സിങ് കാണും. ഏത് കഷ്ടത വന്നാലും അതിനകത്തൊരു ബ്ലെസ്സിങ് ഞാൻ കാണും. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു ബ്ലെസ്സിങ്. കാരണം ഈ കേട്ടോണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഇതിൽ കൂടെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു വാക്ക് കിട്ടും, ഒരാൾക്കെങ്കിലും എന്നെയും നയിക്കുന്ന ഒരു പ്രചോദനം, എൻ്റെ ചിന്ത. ഞാൻ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എൻ്റെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതൊരു 1,00,000 പേര് കണ്ട് വൈറലാകണം എന്നുള്ളതിനെക്കാട്ടിലും വളരെ കുറച്ച് പേരെ കണ്ടുള്ളെങ്കിലും അതിൽ ഒരാളെ ഇത് ടച്ച് ചെയ്താൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും, ആ ആളുടെ ജീവിതത്തെ അത് സ്പർശിക്കുമെന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ, എൻ്റെ ഈ ദൗത്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ മീഡിയ മിനിസ്ട്രിയിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു എനിക്ക് തന്നെ എന്നോട് തന്നെയുള്ള എൻ്റെ ഒരു ചിന്ത, അല്ലെ എന്നെ പ്രചോദിപ്പിക്കുന്ന കാര്യം അതാണ്. പെന്തക്കോസ്ത് സമൂഹത്തെ സാങ്കുട്ടി പാസ്റ്ററെ, ഈ ഹല്ലേലൂയ മാഗസീനൊക്കെ ഇറങ്ങിയ സമയം തൊട്ടേ എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഈ ഹല്ലേലൂയ പേര് വരാൻ കാരണം? ഹല്ലേലൂയയുടെ പുറകിൽ ഒത്തിരി ചരിത്രമുണ്ട്, അത് പറഞ്ഞാൽ ഒത്തിരി നീണ്ടുപോകും. എങ്കിലും ഞാൻ വളരെ ചുരുക്കി പറയാം. ഞാൻ മലബാറിൽ ഒരു ഉപദേശിയുടെ മോനായിട്ട് ജനിച്ചു വളർന്നതാണ്. അപ്പം ഞാൻ ഈ പഠിച്ച സ്കൂളിൽ ക്രിസ്ത്യൻ സ്കൂളാണ്, പക്ഷെ മുസ്ലിംസാണ് കൂടുതൽ വിദ്യാർത്ഥികൾ. അവർക്ക് ഹല്ലേലൂയ എന്നുള്ളതൊന്നും അങ്ങനെ എന്താ അതിൻ്റെ അർത്ഥമോ കാര്യമൊന്നും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ പെന്തിക്കോസാണ്, എൻ്റെ അപ്പൻ പാസ്റ്ററാണ്. അപ്പം ഞങ്ങൾ ഹല്ലേലൂയ പറയുന്നവരാണെന്ന് എങ്ങനെയോ ഈ കുട്ടികൾക്ക് എന്ത് ചെയ്തു, മനസ്സിലായി. അപ്പം ഇവരെന്നെ കളിയാക്കി വിളിക്കുന്ന പേരാണ് ഹല്ലേലൂയ എന്ന്. അപ്പം ഞാൻ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ ഇവരൊരു കോറസ് പോലെ വിളിക്കും, ഹല്ലേലൂയ എന്ന് വിളിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുന്നത്രയും വിഷമം വേറൊന്നുമില്ല. അപമാനം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാനിങ്ങനെ തല കുമ്പിട്ടങ്ങിരിക്കും ഈ ഡെസ്കിലോട്ട്. തിരിച്ചൊന്നും പറയാനൊക്കത്തില്ല. പാസ്റ്റർ മോനായി പോയി നമ്മൾ വളർന്ന ഒരു നമുക്ക് കിട്ടിയേക്കുന്ന ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞ ഒരാളെ തിരിച്ചൊന്നും പറയാൻ പാടില്ല, ഒരു മോശം വാക്ക് നമ്മുടെ നാവിൽ വരാൻ പാടില്ല. അതൊക്കെ വളരെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ ബാല്യത്തിൻ്റെ ആ ഒരു നൈർമല്യവും ഒക്കെ ഉണ്ട്. അത് തന്നെയല്ല, ആരെയും ആ നിലയിലൊന്നും ഒരു ചീത്ത വാക്ക് ഞാൻ എൻ്റെ നാവിലെടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എനിക്കതിലൊക്കെ കോൺഫിഡൻസ് ഉണ്ട്. എനിവേ, അന്നേരം ഞാനിങ്ങനെ തലകുമ്പിട്ടങ്ങിരിക്കും. തലകുമ്പിട്ടിരിക്കുമ്പോൾ ആയിരിക്കും ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ടീച്ചർ വിചാരിക്കുന്ന എന്താ, ഇവൻ രാവിലെ വന്നിരുന്ന് ഉറങ്ങാന്ന് വിചാരിച്ചിട്ട് ഈ ഡെസ്കിൽ ഒരു ഒറ്റ അടി അടിച്ചിട്ട് ഹല്ലേലൂയ യു സ്റ്റാൻഡ് അപ്പ് ടീച്ചേഴ്സ്. പിള്ളേർ മാത്രമല്ല ടീച്ചേഴ്സ് വരെ എന്നെ അങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പം അത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ സാക്ഷ്യം പറയുന്ന കാര്യമാണ്, ഇപ്പോൾ ഞാനിവിടെ ചെന്നാലും ആളുകൾ ഹല്ലേലൂയ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ ഹല്ലേലൂയ വന്നിട്ടുണ്ടെന്ന് പറയും, ബാങ്കിൽ ചെന്നാൽ ഹല്ലേലൂയ വന്നിട്ടുണ്ടെന്ന് പറയും. ഈവൻ എന്നെ കടകളിൽ പോലും ഹല്ലേലൂയ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ കൂട്ടുകാരെല്ലാം ഹല്ലേലൂയ എന്നാണ് എന്നെ വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ചർച്ചിൽ ഞാൻ ചെന്നാൽ ഹല്ലേലൂയ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇപ്പം എൻ്റെ ഒരു പേരായിട്ട് എന്ത് ചെയ്തു, അങ്ങ് മാറി. അതിന് കാരണമായി മാറിയത് ഞാൻ സ്വന്തമായിട്ടൊരു പത്രം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. പത്രം തുടങ്ങാൻ തീരുമാനിക്കുന്ന അതൊക്കെ വേറെ വലിയ സ്റ്റോറിയാണ്. പക്ഷെ ആ പത്രം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഞാനിങ്ങനെ അതിനൊരു പേര് കൊടുക്കണം, ഒരു പത്രത്തിനൊരു പേര് വേണം. അപ്പോൾ ഞാൻ 200 പേർക്ക് കത്തയച്ചു, എൻ്റെ സ്നേഹിതർക്ക് ഒരു സർവേ ഞാൻ കത്തയച്ചു. ഞാനിങ്ങനെ ഒരു പത്രം തുടങ്ങാൻ പോകുന്നു, പല കാര്യങ്ങൾ, അതിനകത്ത് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഞാൻ പത്രം തുടങ്ങാൻ പോകുന്നു, എന്തൊക്കെയാണ് അതിനകത്ത് കണ്ടന്റ് വേണ്ടിയത്, എന്തൊക്കെയാണ് വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള ഒരു സർവേ നടത്തുക ഞാൻ. അപ്പോൾ 200 പേർക്ക് കത്തയച്ചിട്ട് ചോദിച്ചു. ആ കൂട്ടത്തിൽ ഒരു ചോദ്യമാണ്, ഇതിനൊരു പേര് നിർദ്ദേശിക്കാവും. അപ്പം പലരും പല പേരുകൾ, നവജീവൻ, മറ്റേ ഇങ്ങനെ വചനം ചേർത്ത് ഒക്കെ അങ്ങനെയൊക്കെ ഒരു പത്രത്തിനിടാൻ പറ്റുന്ന, ഒരു പ്രസിദ്ധീകരണത്തിനിടാൻ പറ്റുന്ന പല പേരുകൾ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിർദ്ദേശിച്ചു.
പക്ഷെ എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ചിന്ത ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു പേരായിരിക്കണം, ആരും മറക്കരുത്, പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരണം, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴേ ആളുകൾക്ക് പെട്ടെന്ന് അങ്ങനെ ഇരുന്ന്. പിന്നെ എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളമ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് ചോദിച്ചു, സാങ്കുട്ടി പിന്നെ പത്രം തുടങ്ങാൻ പേര് അന്വേഷിച്ചിട്ട് കിട്ടിയോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതുവരെ കിട്ടിയില്ല, സാങ്കുട്ടി എന്തോ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് ഒറ്റ വാക്കായിരിക്കണം, പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് ഒരിക്കലും മറക്കാതെ. പുള്ളിക്കാർ പറഞ്ഞു അങ്ങനെയാണ് വല്ല ഹല്ലേലൂയ എന്നോ സ്തോത്രം എന്നോ വല്ലതും പേരിടേണ്ടി വരുന്നത്. ഈ പെട്ടെന്ന് ദീർഘനാളുകളായിട്ട് ഞാൻ മറന്നു കിടന്നതാ എന്നെ ഹല്ലേലൂയ എന്ന് വിളിക്കുന്ന ആ ചെറിയ പ്രായത്തിലെ കാര്യം മറന്നു കിടന്നിരുന്ന അത് പെട്ടെന്ന് എന്ത് ചെയ്തു, എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു, എന്നെ കളിയാക്കി വിളിക്കുന്ന ആ പേര്. അവിടെ വെച്ച് ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ പത്രത്തിന് ഹാലലിയ. അന്നത് ഹാലലിയ എന്നൊരു പത്രത്തിന് പേരിടുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല, അസ്വാഭാവികമായ കാര്യമാണ്. ആളുകൾക്കൊരു ആദ്യഘട്ടത്തിൽ അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സകല അനുഗ്രഹങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് ഈ ഹാലലിയ എന്നുള്ള പേരാണ്. പക്ഷേ പെന്തക്കോസ്ത് സമൂഹത്തിലും അല്ല വെളിയിലാണേലും ഹല്ലേലൂയ പത്രത്തിന് ഒരു വലിയ അത് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല, മീഡിയ വർക്ക് അല്ലാതെ മറ്റു. പക്ഷെ ഹല്ലേലൂയ പേരെനിക്ക് കാരണം സ്വർഗത്തിലും മുഴങ്ങി കേൾക്കുന്ന ശബ്ദം അതായിരിക്കും നിത്യ. ഞാനത് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ലോകത്തിൽ നമ്മൾ എല്ലാ ഭാഷയിലും ഉള്ള എല്ലാ വാക്കുകളും മാറിപ്പോകും. പക്ഷെ ഹല്ലേലൂയ എന്നുള്ള വാക്ക് സ്വർഗത്തിലും പിന്നെ രണ്ട് വാക്കുകളുണ്ട്, ഒന്ന് ആമേനും ഒന്ന് ഹല്ലേലൂയയും. ലോകത്തിലും ഉണ്ട്, സ്വർഗത്തിലും ഉണ്ട്. ഈ ഭൂമിയിൽ എല്ലാ ഭാഷയിലും ഹല്ലേലൂയയും ഉണ്ട്, ആമേനും ഉണ്ട്. എനിവേ ഇപ്പം തിരിച്ച് എന്നെ ഇന്റർവ്യൂ ചെയ്ത പോലെ ആയിപ്പോയി. എനിക്കും അറിയണമല്ലോ. ഓക്കെ, നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് വന്നാൽ, വേറൊരു വിഷയമല്ല. ഇപ്പം പാസ്റ്ററുടെ ലൈഫിൽ ഈ തമിഴ്നാട്ടിലെ ഒരു നഴ്സിംഗ് കോളേജിൽ വെച്ച് വിദ്യാർത്ഥികളുടെ മുന്നിൽ ശുശ്രൂഷിക്കുമ്പോഴാണ് ഒരു ഭൂതമിളകി ഒരു പെൺകുട്ടി അവിടെ വന്നു. ഇതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് പാസ്റ്ററുടെ മിനിസ്ട്രിയിലെ ഒരു ഭൂതബാധിതയെ സൗഖ്യമാക്കുന്ന ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതാണ് ഈ നമ്മളുടെ ഈ ഉപവാസ പ്രാർത്ഥനകളിലും അങ്ങനെ നമ്മളുടെ ചർച്ചിനകത്ത് സംഭവിക്കുന്നതും ഒരു വെളിയിൽ നടക്കുന്നതുമായിട്ടുള്ള സംഭവത്തിൽ ആദ്യത്തെ സംഭവമായിരുന്നു ഇത്. ഓക്കെ, ഇവിടെ എനിക്കൊരു ചോദ്യമുള്ളത്, ഈ നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ രോഗങ്ങളെ ബാധിച്ച നിരവധി ആളുകൾ, പല നിലകളിലുള്ള രോഗം ബാധിച്ചവരെയെല്ലാം കർത്താവിൻ്റെ അടുത്ത് വന്നു, സൗഖ്യമായി. അപ്പോൾ എല്ലാം അവരിലുള്ള ഭൂതാത്മാവിനെ എന്ത് ചെയ്തു, ശാസിച്ച് അല്ലെങ്കിൽ അതിനെ പുറത്താക്കിയാണ് അവർക്ക് സൗഖ്യം കൊടുത്തത്. പിന്നീട് വൈദ്യശാസ്ത്രം പുരോഗമിച്ചു, കാലങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഈ ഭൂതബാധ എന്ന് പറയുന്നതിനെ രോഗത്തിൻ്റെ പുറകിലുള്ള കാരണങ്ങളെ കണ്ടെത്തുകയും അതിനെ ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തു, മാറി. അപ്പം ഇപ്പം നമ്മളൊരു രോഗത്തിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ചിലപ്പോൾ കാലാവസ്ഥ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വൈറസ് അറ്റാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ പലവിധ കാരണങ്ങൾ നമ്മുടെ ജനിതക കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ ശാസ്ത്രം ഇതിനെ എന്ത് ചെയ്തു, പല നിലകളിൽ മാറ്റിയല്ല അതിനെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട്, അതിൻ്റെ മൂല കാരണം കണ്ടുപിടിക്കാനായിട്ടും ചികിത്സിക്കാനായിട്ടും സാധ്യതകളും മെഡിസിനും എല്ലാം ഉണ്ട്. അപ്പം ഇപ്പോഴും ഈ ഭൂതബാധ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടോ? നമ്മൾ ബൈബിൾ പ്രകാരവും നമ്മുടെ അനുഭവത്തിലും പറയുവാണെങ്കിൽ ഈ രണ്ട് കാര്യം കൂടെ വെച്ച് നോക്കിയാൽ ഇതൊരു സ്പിരിറ്റാണ്. എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഭൂതത്തെ പുറത്താക്കുന്ന ഒരു ശുശ്രൂഷ ദൈവം നൽകിയിട്ടുള്ള ഒരാളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എന്താണ് ഭൂതബാധ, അത് ആ സ്പിരിറ്റ് എന്താണ്? ഇപ്പം നമ്മൾക്ക് എനിക്കുള്ള സംശയങ്ങൾ വെച്ചാൽ പ്രേക്ഷകരുടെ കൂടെ ഒരു സംശയമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ ഒരാൾക്ക് ഭൂതം ബാധിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ആത്മാവ് ആ വ്യക്തിയുടെ മേൽ പ്രവേശിച്ചു എന്നുള്ളതാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് മരിച്ചുപോയ ഒരാളുടെ ആത്മാവാണോ ഈ ദേഹത്ത് പ്രവേശിക്കുന്നത്, അതോ ഒരു ദുരാത്മാവാണോ? ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംശയങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ. ഞാൻ സൂക്ഷിച്ച ചർച്ചിൽ നന്നായി കർത്താവിനെ ആരാധിക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. പക്ഷേ ഒരു ദിവസം പുള്ളിക്കാരിയുടെ ഭൂതം ഇളകി. ഞാൻ വണ്ടർ അടിച്ചു. അവിടെ നിന്ന് ആരാധിക്കുന്ന
ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ മേൽ ഭൂതമുണ്ട്. ഇത് സൈലന്റ് ആയിട്ട് കിടക്കും. ഇതൊരു ഈവിൾ സ്പിരിറ്റ് ആണ്. മരിച്ചുപോയ ഒരാള് അകത്ത് കയറുന്നതല്ല ഈ പറയുന്നത്. അല്ല. നമ്മൾ വചനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. ഇത്രയും സ്പിരിറ്റുകൾ ഒരു ദേശത്തോടെ നമ്മൾ പോകുമ്പോൾ ആ ദേശത്ത് വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. സ്ട്രോങ് ഹോൾഡ്. അവിടെ മൊത്തം മദ്യപാനികളായിരിക്കും. വേറൊരു ദേശത്ത് ചെന്നാൽ അവിടെ മൊത്തം വ്യഭിചാര സ്പിരിറ്റ് ആയിരിക്കും. ടു ബി ഓപ്പൺ പറയുവാണെങ്കിൽ ഓരോ സ്ഥലത്തും ചില സ്ഥലത്ത് വരുമ്പോൾ വീട്ടിൽ ഭയങ്കര വഴക്കുണ്ടാക്കുന്നവരായിരിക്കും. അവിടെ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അത് ഈവിൾ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ഇത് ഈ ആരാധിക്കുന്ന ഈ ആന്റിയിൽ കയറിയത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. ഒരു രാത്രി വേളയിൽ ഒരു റാസ കടന്നു പോവുക. തെറ്റിദ്ധരിക്കരുത്, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യല്. ഞാൻ പറയുന്നതിൽ നടന്ന കാര്യമാണ് പറയണേ. അതിനെല്ലാം തെളിവ് സഹിത ആൾക്കാരാണ്. അപ്പം ഞാൻ പറഞ്ഞേ, പുള്ളിക്കാരി രാത്രി ചെന്നു ഒരു പ്രത്യേക രൂപത്തെ, നാക്കൊക്കെ രൂപത്തെ ഇതിങ്ങനെ കൊണ്ടുപോവുക, ജാഥയായിട്ട് കൊണ്ടുപോകുക. അപ്പൊ അതിങ്ങനെ കണ്ടു, പേടിച്ചു, ഭയത്തിൽ കൂടെ സംഭവത്ത്. എനിക്ക് അവിടുത്തെ സംശയം ഇതാണ് പക്ഷേ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി, സഭയിൽ ശരിക്കും ആരാധിക്കുന്ന ആ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന, അന്യഭാഷ പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭയം ഉണ്ടാകുമോ? ഉണ്ടായാൽ തന്നെ അങ്ങനെ ഒരു ആത്മാവ് ഉള്ളിൽ പ്രവേശിക്കുമോ? തീർച്ചയായിട്ടും പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഈ ഈവിൾ സ്പിരിറ്റിന് വസിക്കാൻ ഒരു സ്ഥലം വേണം. ഓക്കെ, അതാണല്ലോ പിന്നെ അതിന് ആയിരക്കണക്കിന്, ഇനി എൻ്റെ വിശ്വാസത്തിന്റെ ലെവൽ 1000ന്റെ ആണെങ്കിൽ വേറൊരു അഭിഷക്ത ദേവദാസം പറഞ്ഞു ലക്ഷക്കണക്കിന് വഴികളുണ്ട് ഒരു മനുഷ്യനിൽ എൻ്ററാകാൻ. അപ്പൊ എനിക്ക് പാസ്റ്റർ താമസിക്കുന്ന തിരുവല്ലയിൽ വരാൻ പല വഴികളുണ്ട് എന്ന് പറയുന്ന പോലെ, അതെല്ലാം ഓപ്പൺ ആയിട്ടിട്ടാൽ എനിക്ക് കയറി വരാൻ പറ്റും എന്ന് പറയുന്ന പോലെ മനുഷ്യന്റെ ശരീരത്തിൽ, ജീവിതത്തിൽ, ആത്മാവിൽ ഒക്കെ ഇത് എൻ്റർ ആവാൻ നമ്മൾ ഒരു വാതിൽ തുറന്നിട്ടാൽ ആൾ എൻ്റർ ആവും. ദുരാത്മാവ് പ്രവേശിക്കും. ഇത് ചിലപ്പോൾ അടങ്ങി സൈലന്റ് ആയിട്ടിരിക്കും, അറിയത്തില്ല. എത്ര ആത്മാവിൽ ആരാധിച്ചാലും അതവിടെ സൈലന്റ് ആയിട്ടിരിക്കും, ആളകത്തുണ്ട്. ഞാൻ പറയാം, ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ ഒരൊറ്റ വാചകം അത് പറയാം, തന്നെ ഉപദ്രവിക്കുന്ന ആളാണെന്ന ബൈബിളിൽ പറയാം. തന്നെ നമ്മൾ കണ്ടിട്ടില്ല, നെഞ്ചത്തടിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ പാസ്റ്ററെ? നെഞ്ചത്തടി എന്തെങ്കിലും പറഞ്ഞു, നെഞ്ചത്തടിക്കുന്നു, തന്നെ ഉപദ്രവിക്കും. ഈ ആളിൽ ഒരു സ്പിരിറ്റ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ചുമ്മാ ദേഷ്യപ്പെടുന്നു, ചുമ്മാ കോപിക്കുന്നു. ഈ പിശാച് ഒരാളി കയറിയിട്ടുണ്ടെന്ന് അറിയുന്നത് എങ്ങനെയാന്ന് പറയാം. 3 കാര്യം നടക്കും. 1, അറക്കുക, മുടിക്കുക, മോഷ്ടിക്കുക. ഈ 3 കാര്യം ചെയ്യും ആള്. ബിബ്ലിക്കലി അങ്ങനെയാണ്. നമുക്ക് ബൈബിളാണല്ലോ, ബൈബിളും അനുഭവമാണ്. ഈ 3 കാര്യവും ചെയ്തിരിക്കും. അറക്കുക എന്ന് പറയാൻ അറിയാം. ഇന്ന് ഡിവോഴ്സിന്റെ അളവ് കൂടി, ഇത് കൂടി, ബന്ധങ്ങളെ മുറിച്ചു കളയുന്നു. എനിക്കും നിനക്കും സെറ്റായി പോകാൻ പറ്റുന്നില്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോടെ നമുക്ക് മാറാം. ഇത് എവിടെ നിന്ന് വന്നു? ഈ ജനറേഷനിൽ വന്നൊരു സംഭവം വളരെ ഈസിയാണ് അവർക്ക് വിഷയമല്ല. ഞങ്ങള് താമസിക്കുന്ന ജർമ്മനിയിലാട്ടെ, യൂറോപ്പിലാണ്ട്, അവർക്കത് ഒരു വിഷയമല്ല. അവർക്ക് നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ സെറ്റ് അല്ലെങ്കിൽ, നമ്മൾക്ക് മലയാളി കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഇച്ചിരി പാടാ ചിന്തിക്കാൻ. അല്ല, പാടൊന്നും അല്ല, ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. അവർക്ക് ഇത് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യം, മനസ്സ് ചേരുന്ന എല്ലാ ജീവിതം കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അവർ മാറുക. 2 എണ്ണത്തെ ഒരുമിച്ച് നിർത്തിയതിനെ വേർപിരിക്കുന്നു. അറക്കുക, ഇനി മുടിക്കുക. ഒറ്റ മേഖല ഞാൻ പറയുള്ളൂ ഡിവോഴ്സ്. അതിന് 100 കണക്കിന് വേദനയാണ്. ഇപ്പൊ ദൈവസഭ ഒരുമിച്ച് നിന്ന് പാസ്റ്ററിന് ചങ്കായിട്ട് നിന്ന് കുറെ പേരുണ്ട്. ഇതിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യും. സഭ 2 ആക്കും, 3 ആക്കും, 4 കഷ്ണമൊക്കെ ആക്കും. അതൊക്കെ ദുരാത്മാവിന്റെ പ്രവർത്തനമാണ്.
തീർച്ചയായിട്ടും. അപ്പൊ ഈ പാസ്റ്റർ പറഞ്ഞു വരുന്നത്, ഞാൻ കോണ്ടസ്റ്റിൽ വേറൊരു കാര്യം കൂടെ അങ്ങ് പിന്നെ ചേർത്ത് വെച്ച് പറയുക, ഈ സഭകളിലുള്ള പ്രശ്നങ്ങളുടെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് ഈ ദുരാത്മാവിന്റെ പ്രവർത്തനമാണ്. ഈ ഭിന്നത, പരസ്പരമുള്ള എതിർപ്പുകള്, കാര്യങ്ങള്, വഴക്കുകള്, ഇതൊന്നും ദൈവത്തിൽ നിന്നല്ലല്ലോ. അല്ല. ഈ കർത്താവ് പറഞ്ഞതും എന്റെ ആലയം, പ്രാർത്ഥനാലയം, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. ഈ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റാൻ കാരണം എന്നാ? എൻട്രൻസ് കൊടുത്തു. എൻട്രൻസിൽ എന്നാ കൊടുത്തേ? എനിക്ക് കസേര വേണം. ഈ കസേര എഴുതേക്കാൻ താല്പര്യമില്ലെങ്കിൽ, എനിക്ക് ജീവിതത്തിൽ അവസാനം വരെ എനിക്ക് പദവി വേണം, എനിക്ക് കസേര വേണം, 4 പേര് എന്നെ ബഹുമാനിക്കണം, വേദി വേണം, പണം വേണം, ബഹുമാനം, ഒത്തിരി കാര്യം, അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എൻട്രൻസ് കൊടുത്താൽ ആള് കയറും. ഒരിക്കൽ എൻട്രൻസ് കൊടുത്ത് അകത്ത് കയറി ഭയങ്കര തീ കത്തി ആരാധന വെളിപ്പെട്ടു, അല്ലെ നന്നായി ഒരു വചന ശുശ്രൂഷ വെളിപ്പെട്ടു, വചനം ചെന്ന് ഹിറ്റായി. വചനം എങ്ങനെ ഹിറ്റാവും പാസ്റ്ററെ? സാങ്കുട്ടി പാസ്റ്ററെ, വചനം ഹിറ്റാകുന്ന പ്രാണൻ, ആത്മാവ്, സന്ധിമജകളെ പിടിവിക്കാൻ തുളച്ചു ചെല്ലും. ഈ വചനം ചെന്ന് കയറുമ്പോൾ ആൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ഇറങ്ങിപ്പോവും. ഈ ഇറങ്ങിപ്പോവും. ഞായറാഴ്ച നമ്മൾ രാവിലെ ആരാധനയ്ക്ക് വന്നു, അല്ലെ ഒരു മീറ്റിങ്ങിന് വന്നു, വാടിത്തളർന്നൊക്കെയാ വന്നത്. പക്ഷെ ആരാധന കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങുമ്പോൾ കണ്ണാടി നോക്കുക, ഒരു പ്രത്യേക ദൈവതേജസ്. ബിക്കോസ് എന്താ? എന്തോ സംഭവം കയറിയിട്ടുണ്ടായിരുന്നു, വചനത്തിന്റെ ശക്തി. അതുകൊണ്ട് ഈ ആരാധനയ്ക്ക് പോകണം, പള്ളിയിൽ പോകണം, ആരാധിക്കണം, ദൈവത്തെ വിളിക്കണം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ചെന്ന് 2 മണിക്കൂറോ 1 മണി 3 മണിക്കൂറോ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇത് അഴിഞ്ഞു പോവാ. ഇവൻ ഇരുന്നാൽ നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. ഇത് പോയാൽ ഇത് സൈലന്റ് ആയിട്ട് കിടക്കുക. പിന്നെ വേറൊരു കാര്യം, ഇത് അന്നേരം വിട്ടുപോയി, പിന്നെ ചാൻസ് കൊടുത്ത ഈ ആൾ വരുന്നത് 7 പേരെയും കൂടെ കൂട്ടിക്കൊണ്ടാന്നാ ബൈബിൾ പറഞ്ഞേക്കുന്നത്. 7 പേരെയും കൂടെ കൂട്ടി. ആദ്യം ഒരാളായിട്ടാ വന്നേ സ്പിരിറ്റ്, പിന്നെ 7 പേരും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇരിക്കും? അന്നേരം അടിച്ചുവാരി വൃത്തിയാക്കി ഇട്ടേക്കുന്നിടത്ത് കയറിയിരിക്കും. ഇതാണ് അത്. ഇങ്ങനെ തണുപ്പ് അന്വേഷിച്ച് നടക്കുവാണ്. അത് വൃതന്മാരെ കൂടെ തെറ്റിക്കുന്ന അന്ത്യകാലത്ത് സ്വസ്നേഹികൾ, മറ്റ് കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം എന്താ സംഭവം? ഈ അസൂയ എങ്ങനെ വരുന്നേ? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, 15 കൂട്ടം കാര്യങ്ങൾ, ജഡത്തിന്റെ പ്രവൃത്തികൾ. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എൻ്റർ ആവാൻ 15 കൂട്ടം കാര്യങ്ങൾ ഈവിൾ സ്പിരിറ്റിന് കിടക്കുമ്പോൾ നീ അതിന് സ്ഥാനം കൊടുക്കാതെ 9 കൂട്ടം കാര്യങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയ ജയം, ഈ 9 കൂട്ടം കാര്യങ്ങൾക്ക് സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റിന് സ്ഥാനം കൊടുക്ക്. കിങ്ഡം ഓഫ് ഗോഡിൽ, ദൈവരാജ്യത്തിനകത്ത് ഈസിയാണ്. ക്രിസ്ത്യൻ ലൈഫ് ഭയങ്കര ഈസിയാണ്. പക്ഷെ നമ്മൾ എവിടെയെല്ലാം അവസരം കൊടുക്കുമോ, അവസരം കൊടുത്ത വിഷയത്തെ യേശുവിന്റെ സന്നിധി ചെന്നിട്ട് ഏറ്റു പറയണം. റെമഡിയും കൂടെ നമ്മൾ ഈ ചർച്ച ചെയ്യും മാത്രമല്ല, അതിനൊരു റെമഡിയും കൂടെ ഉണ്ട്, ഒരു പരിഹാരവും കൂടെ ഉണ്ട്. പരിഹാരം വചനത്തിൽ പറയുന്നത്, തന്റെ തെറ്റിനെ മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. നമ്മൾ കൺഫസ് ചെയ്യണം. ആരുടെ മുമ്പിൽ കൺഫസ് ചെയ്യണം? മനുഷ്യന്റെ മുമ്പിലല്ല, പാസ്റ്ററിന്റെ മുമ്പിലല്ല, ഒരു വ്യക്തിയുടെ മുമ്പിലല്ല. കർത്താവിന്റെ സന്നിധിയിൽ പോയിട്ട് പറയണം, ഞാൻ ഇന്ന കാര്യത്തിൽ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, യേശു കർത്താവിന്റെ രക്തം എന്നെ ഒന്ന് തളിച്ച് വിശുദ്ധീകരിക്കണം. ഞാൻ ചെയ്തു പോയ തെറ്റ് നിമിത്തം എന്നിലോ, എൻ്റെ കുടുംബത്തിലോ, എൻ്റെ ശുശ്രൂഷയിലോ, എൻ്റെ ജീവിതത്തിലോ, എന്നുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മേഖലയിൽ പിശാചിന് ഞാൻ അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താലും ക്യാൻസൽ ചെയ്തു എന്ന് പറയാതെ ഇപ്പം പുറത്തു പോകത്തില്ല. ഒന്നുകിൽ ഞാൻ പറയണം, അല്ലെങ്കിൽ അതിനൊരു കൃപ പ്രാപിച്ചൊരു അഭിഷിക്തൻ പറയണം, അല്ലെങ്കിൽ വചനത്തിന്റെ വെളിപ്പാട്, അല്ലെങ്കിൽ ആത്മാവിന്റെ തീ കത്തിയുള്ള ആരാധനയിൽ. ഇതൊക്കെ വിട്ടുപോകും. ഈവൻ നമ്മൾ പലപ്പോഴും ഈ നല്ല ക്യാരക്ടറിൽ ജീവിച്ച ഒരാൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയ ഒരാൾ, പെട്ടെന്ന് ആളുടെ ജീവിത സ്വഭാവം മാറുന്നു, വീട്ടിനകത്ത് സമാധാനം, സന്തോഷകരമായി ഇപ്പോൾ സ്വർഗതുല്യമായി പോയിക്കൊണ്ടിരുന്ന ഒരു വീട് നരകം പോലെ ആയി പോകുന്നു. ചിലപ്പം ആ വീട്ടിലെ ഒരു മോനായിരിക്കുക, ഒരു മോളായിരിക്കുക, തെറ്റിപ്പോകുന്നു. പെട്ടെന്ന് ആ വീടിന്റെ അന്തരീക്ഷം മൊത്തത്തിൽ മാറുന്നു. എന്ന സംഭവം എന്ന് ചോദിച്ചാൽ ഇത് വേറൊന്നുമല്ല, ഇതിന്റെ പിന്നിൽ ഈ കടലിനെ ഇളക്കുന്ന ഒരു കാറ്റുണ്ട്. അപ്പൊ ആ കാറ്റിനെ കൈകാര്യം ചെയ്താൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് പാസ്റ്ററുണ്ട്. പുള്ളി പ്രസിഡന്റ് ആയിരുന്നു. അപ്പം ആ പാസ്റ്റർ ഒരു ദിവസം ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് പറഞ്ഞിരുന്നു. പുള്ളിക്കാരൻ എവിടെയെല്ലാം സുവിശേഷം അറിയിക്കാൻ ക്യാമ്പുകളിലെല്ലാം പോയാലും
തിരിച്ചു വരുമ്പോൾ പാസ്റ്റർ ആൻറ്റി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ആ സുവിശേഷം പറഞ്ഞ് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെട്ടിട്ട് തിരിച്ചു വന്നിട്ട് ആ സന്തോഷം മൊത്തം കൂടെ എവിടെ വരുമ്പം വീട്ടിൽ വരുമ്പോൾ പോവാം. ഒരു ദിവസം കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്നാ ഇതിന്റെ കാര്യം? കർത്താവ് പറഞ്ഞു, നീ ഇനി സുവിശേഷം പറയാൻ ക്യാമ്പുകളിലും മറ്റിടങ്ങളിലൊക്കെ പോകത്തില്ലേ, പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് എൻ്റെ ഭാര്യയുടെ ഉള്ളിൽ നിന്ന് എൻ്റെ സമാധാനത്തെ സന്തോഷത്തെ നഷ്ടമാക്കുന്ന ഈവിൾ സ്പിരിറ്റിനെ ഞാൻ ശാസിക്കുന്നു എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. ബലവാനെ പിടിച്ചു കെട്ടണം, എന്നാലേ ഇത് നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും ജീവിതത്തിലെ നന്മകൾ കൊണ്ടും. ഗിദയോൻ വർഷം തോറും അദ്ദേഹം മിദ്യാനി ശക്തികൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവനെ നോക്കിയിട്ട് കർത്താവ്, യു ആർ എ മൈറ്റി വാരിയർ, നീ പരാക്രമശാലിയാ. അവൻ എന്നാ ഇത് ശത്രുമാളയത്തിൽ ഒരു പേടി സ്വപ്നമായി മാറി എന്നാ പറഞ്ഞു. വർഷം തോറും ഇതാരാ കൊണ്ടുപോയത്? ഈവിൾ സ്പിരിറ്റ് അല്ലേ. അപ്പൊ ആ പാസ്റ്റർ എന്ത് ചെയ്തു? വണ്ടി പാർക്ക് ചെയ്തു. പിറ്റേ ദിവസം യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈവിൾ സ്പിരിറ്റിനെ ശ്വാസിക്കുന്നു പറഞ്ഞു. വീട്ടിനകത്ത് എൻ്റെ സുവിശേഷ വേലയിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ സന്തോഷം കളയുന്ന ആ സ്പിരിറ്റിനെ ഞാൻ ശാസിക്കുന്നു പറഞ്ഞു. പ്രാർത്ഥിച്ച് ചെന്ന് കയറി. അന്ന് ആൻറ്റി ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ. ആ ആൻറ്റിയൊക്കെ ഒരു ഹല്ലേലിയ പറഞ്ഞ വെട്ടി പൊട്ടിക്കുന്ന ഹല്ലേലിയ, സഭയളകും അത്രയ്ക്കല്ലേ. പക്ഷെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. ഇപ്പം എന്താ സംഭവിച്ചേ? അന്ന് പാസ്റ്റർ കയറി ചെല്ലുമ്പോൾ കോഫി വേണോ ചായ വേണോ? ചായ. ഇപ്പൊ പാസ്റ്റർ തന്നെ വണ്ടറടിച്ചു, അന്തരീക്ഷം മാറുന്നു. മനസ്സിലായോ? ഇത് വീടുകളിൽ, വ്യക്തികളിൽ, സ്ഥാപനങ്ങളിൽ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനെ പേടിക്കണോ? നമ്മൾ പേടിക്കണ്ട. അപ്പൊ വാക്യം നമ്മൾ പാസ്റ്റർ തന്നെ പറയും വേണമെങ്കിൽ, ആ വിചാരം യാക്കോബിന് ഫലിക്കത്തില്ല. ആർക്കാ? യാക്കോബിന് ഫലിക്കത്തില്ല, ഇസ്രായേലിന് യേശുവത്തില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്നാ? ഇത് നമുക്ക് ചുറ്റും ഒരു തീമതിലുണ്ട്, യോബിന് ചുറ്റും ഒരു വേലി ഉള്ളതുപോലെ ഉണ്ട്. ദൈവം അനുവദിക്കാതൊന്നും നടക്കത്തില്ല. യേശുവിൻ്റെ അടുത്ത് പോലും ചെന്നേ, യേശു സ്നാനപ്പെട്ട് കയറിയപ്പോഴും യേശുവിൻ്റെ അടുത്ത് വരെ ചെല്ലുക. ആര്? വീണ് നമസ്കരിച്ചാൽ മൊത്തം തന്നേക്കാം എന്ന് പറഞ്ഞാൽ, നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ റെഡി, നിന്റെ കൂടെ നിൽക്കാം, എല്ലാം തന്നേക്കാം. അപ്പം ഈവിൾ സ്പിരിറ്റ് ഉണ്ട്, ദൈവരാജ്യമുണ്ട്, സാത്താന്യ രാജ്യമുണ്ട്. അടുത്ത ഒരു ചോദ്യം, ഈ പ്രേതബാധയെ കുറിച്ച്, പ്രേതം എന്നുള്ളത് ഈ നമ്മൾ പറയുന്ന ഈ ദുരാത്മാവ് മറ്റൊന്നാണ് പ്രേതബാധ എന്ന് പൊതു ലോകത്ത് മറ്റ് ആളുകളുടെ അടുത്ത് അറിയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, പ്രേതബാധ. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് രണ്ടും ഒന്നാണ്? ഈ പ്രേതവും ഭൂതവും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കതിനെ പറ്റി സ്റ്റഡി ചെയ്യണം. പക്ഷെ ഞാൻ എൻ്റെ അറിവ് പറയാം. പ്രേതവും ഭൂതവും, പ്രേതം സാധാരണ ഈ എന്താ പറയാ സെമെട്രി അങ്ങനെയുള്ള സംഭവം, മരിച്ചുപോയവരുടെ ആത്മാവ്. അല്ല, അങ്ങനെ മരിച്ചുപോയവരുടെ ആത്മാവിന് വന്ന് നമ്മളിലോ അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ പ്രേതബാധയ്ക്കകത്തുള്ളത്. അല്ലെ ഒരു രൂപത്തിൽ വരുന്നു. അത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അതൊരു നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്. നമ്മളിപ്പോ ഇരുട്ടുള്ള സ്ഥലത്ത് നമുക്ക് ടോർച്ച് ഇല്ലാതെ പോയാൽ നമുക്കൊരു ആ ഒരു ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഏറ്റവും അണ്ടർഗ്രൗണ്ടിൽ ഇത് മോർച്ചറിയാ. ഞാൻ അതിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ എനിക്കൊരു ചിന്തയുണ്ട്, ഇതിനകത്ത് ആളിരിപ്പുണ്ട്. മനസ്സിലായോ? ആത്മാക്കൾ അവിടെ ഉണ്ട്. ആത്മാക്കൾ അവിടെ, അത് നമ്മുടെ ഒരു പൊതുബോധമാണ്. ഈ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആത്മാവൊന്നും അവിടെ നിന്നും കറങ്ങി ഒന്നും നടക്കുന്നില്ല. ആത്മാവ് എത്തേണ്ടിടത്ത് എത്തുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അവിടെ ഒരു ചോദ്യം. ഇപ്പൊ ചില ആളുകളുടെ ഉള്ളിൽ ചില ആത്മാക്കൾ കയറിയിട്ട് അല്ലെങ്കിൽ പ്രേതം കയറിയിട്ട് ഈ മരിച്ചുപോയ ആ ആളുടെ ശബ്ദത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ അയാൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടു. ഇതെല്ലാം മനസ്സിൻ്റെയാണ്. പക്ഷെ ദൈവികപരമായിട്ട് ഒരു കാര്യം പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് പാസ്റ്ററൽ മിനിസ്ട്രിയിൽ ഇറങ്ങിയിട്ട് ഒരു സമയത്ത് താൻ ഈ മിനിസ്ട്രി വിട്ടുമാറിയിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ലെവലിൽ വന്നു. ബിക്കോസ് തൻ്റെ ഭാര്യ മെന്റൽ ഇതായി, കർത്താവിനെ ശുശ്രൂഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ താൻ മാറി. തൻ്റെ ഒരു കൂട്ടുകാരൻ
പന്തളത്ത് വെച്ച് ആക്സിഡന്റിൽ മരിച്ചു. തീപ്പൊരി പ്രസംഗകൻ, ഭയങ്കര കൺവെൻഷൻ പ്രസംഗകൻ, പന്തളത്ത് വെച്ച് ആക്സിഡന്റ് മരിച്ചു. ഈ പാസ്റ്ററിന്റെ കൂട്ടുകാരനാണ്, ഈ ഓട്ടോ ഓടിക്കുന്ന പാസ്റ്റർ മരിച്ചുപോയി. ഒരു ദിവസം രാത്രിയിൽ ഈ പാസ്റ്റർ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, മോനെ നീ മടക്കി വെച്ച പുസ്തകം തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പുസ്തകം തിരിച്ചെടുത്ത ഓട്ടോറിക്ഷയുടെ താക്കോല് തിരിച്ചു കൊണ്ടുകൊടുത്തിട്ട് പുള്ളി ഇന്ന് ഭയങ്കര പ്രസംഗനാ ബാംഗ്ലൂരിൽ, ഭയങ്കര ഒരു ചർച്ചിന്റെ പാസ്റ്ററാണ്. ഇതെന്തുവാ സംഭവം? ഇതെന്താ സംഭവം? ഇതൊക്കെ അനുഭവമാ പാസ്റ്ററെ, അല്ലാതെ ഇതിപ്പോ നമുക്കിതിന് എന്താ സിസ്റ്റമാറ്റിക് ആയിട്ട് തെളിയിച്ച് കാണിക്കുക അതിനൊരു ബുക്കൊന്നും അതൊന്നും അല്ല ഞാൻ പറയണേ. അനുഭവങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഒരുത്തന്റെ രൂപാന്തരത്തിന്റെ കാരണമായി ഒരു മരിച്ചുപോയ ഒരാള് അവനെ ചിലപ്പോൾ അവന്റെ മനസ്സിലായിരിക്കാം, മനസ്സിന്റെ സംഭവമായിരിക്കാം, ഡ്രീമിൽ വന്നതായിരിക്കാം. ഈ പാസ്റ്റർ മരിച്ചാൽ വളരെ അടുത്ത സ്നേഹിതനായിരുന്ന പാസ്റ്റർ മരിച്ചപ്പം ഉണ്ടായ മാനസികമായ ഒരു ഇതിൽ രാത്രി സ്വപ്നത്തിൽ ഇപ്പൊ ചിലര് പറയാറുണ്ട്, അതിപ്പോ എങ്ങനെയാന്ന് അറിയത്തില്ല, നമ്മളത് വിശ്വസിക്കാൻ. ചിലർ മരിച്ചുപോയ എന്റെ ഉപ്പാപ്പൻ സ്വപ്നത്തിൽ വന്നു, എന്നെയും കൊണ്ടുപോകാൻ വേണ്ടി വന്നയാന്നോ. ഇതെല്ലാം മനസ്സിന്റെ ഒരു സംഭവമാണ്. ബിബ്ലിക്കലി ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ നമ്മൾ സംസാരിച്ച വിഷയത്തിനകത്ത് ദൈവരാജ്യമുണ്ട്, സാത്താന്യ രാജ്യമുണ്ട്. ഇത് രണ്ടുമാണ് എപ്പോഴും ഫൈറ്റിങ്. അല്ല, എൻ്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത് ഈ പ്രേതാത്മാക്കളെ കുറിച്ചുള്ള എൻ്റെ ചിന്ത, ഈ ദുരാത്മാവ്, അതായത് ഈ സാത്താൻ്റെ ലോകത്തിലുള്ള സാത്താൻ്റെ ഏജൻസ് ആയിട്ടുള്ള ഈ ദുരാത്മാക്കൾ ജീവിച്ചിരുന്നവരോ മരിച്ചവരോ ആയ ആളുകളുടെ ശബ്ദത്തിലോ എന്തും ഏത് നിലയിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആളുകളിൽ പ്രവേശിക്കാനോ ഇത് ചെയ്യാനോ ഒക്കെ സാധിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഈ മന്ത്രവാദം, ആഭിചാരം, നേർച്ച കാഴ്ച, ഉരുളികമത്ത്, കോഴിയെ വെട്ടി, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എന്തിനാ ചെയ്യുന്നത്? ഇപ്പൊ എനിക്ക് എന്നെ കാട്ടി പാസ്റ്റർ നന്നായിട്ട് ജീവിക്കുന്നത് കാണും, അസൂയയുടെ അടിസ്ഥാനത്തിലായതല്ല. അപ്പൊ ഞാൻ എന്നാ ചെയ്യുന്നു, അപ്പൊ ഞാൻ ഒരാൾ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് 1,00,000 രൂപ താ, ഞാൻ ആളിനെ തകർത്ത് തന്നേക്കാം. അപ്പം ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒരാൾ ചെന്ന് പെട്ടിട്ട് പറഞ്ഞു ഇന്ന ആളാ. അപ്പൊ പെന്തക്കോസിലെ ഒരാൾക്കെതിരെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ചെയ്യുന്ന ആള് ചോദിച്ചു, കൈയടിക്കുന്ന ആളാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പുള്ളി പെന്തക്കോസുകാരനാ, കൈയടിക്കുന്നേ പറ്റത്തില്ലെന്ന് പറഞ്ഞു. 5,00,000 രൂപ തന്നാലും സോറി പറ്റത്തില്ല, ഇത് ഏക്കത്തില്ല. ബിക്കോസ് എന്നാന്നറിയോ എൻ്റെ പാസ്റ്റർ, ഫൈറ്റിംഗ് ഉണ്ട്, നമുക്ക് ഫൈറ്റിംഗ് ഉണ്ട്. എന്താ പറഞ്ഞാൽ ആ ഫൈറ്റിങ്ങിനകത്ത് നമുക്ക് ജയവും ഉണ്ട്. കാരണം യേശു കർത്താവ് പൂർണ്ണ ജയാളിയാണ്, അവൻ നമുക്ക് ജയം തരും. നമുക്ക് ഫൈറ്റിംഗ് ഇല്ലെന്നോ ഈവിൾ സ്പിരിറ്റിന്റെ വ്യാപാരം ഇല്ലെന്നോ ഒന്നും ഞാൻ പറയണില്ല. മനസ്സിലായി. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ ആക്സിഡന്റ് മൊത്തം അവിടെ ആക്സിഡന്റ് ആയിരിക്കും, ആ സ്ഥലത്തൂടെ പോയ ആക്സിഡന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഈ കേരളത്തിന്റെ, ഇന്ത്യയുടെ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു ആത്മതലം പറയാം, സ്പിരിച്വൽ തലം പറയാം. ഞാൻ എപ്പോഴും പറയും, ഞാൻ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന 10 കിലോമീറ്റർ ചുറ്റളവിലെ ആത്മമണ്ഡലത്തിന്റെ നിയന്ത്രണം യേശുവിന്റെ നാമത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയും. ഇതൊക്കെ ഒരു സ്പിരിച്വൽ റോളത്തിലെ സീക്രട്ടാണ്. ആ സീക്രട്ട് ഞാൻ ചിലർക്ക് വേണ്ടി പറയുക, എല്ലാവർക്കും വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക്. ഈ റിലം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമ്മുടെ കൺട്രോളിൽ വരിക. അവിടെ എന്തെല്ലാം സ്പിരിറ്റ് ഉണ്ടോ ഇതെല്ലാം ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിലുള്ള കൺട്രോളിൽ വരിക. ബിക്കോസ് ഞാൻ ആരുടെ പ്രതിനിധിയാണ്? സ്വർഗത്തിന്റെ പ്രതിനിധിയാണ്, ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്, രാജാവിന്റെ ശുശ്രൂഷകൻ. അപ്പം പ്രൈം മിനിസ്റ്റർ പോകുമ്പോൾ 10 കിലോമീറ്റർ ചുറ്റളവ് മൊത്തം നോക്കിയേക്കുക. മനസ്സിലായി. സ്പിരിച്വൽ റിലം, ദൂതന്മാർ മൊത്തം ആക്റ്റീവ് ആവും. ഈ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്പിരിച്വൽ റിലം യേശുവിന്റെ നാമത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗീയ ദൂതന്മാർ ആക്റ്റീവ് ആവാൻ തുടങ്ങും. ഇതെല്ലാവർക്കും വേണ്ടിയല്ല ഞാൻ പറയണേ, ഈ മേഖല സംസാരിച്ചുകൊണ്ട് മാത്രം പറയുക. ഇതൊന്നും നമ്മൾ സംസാരിക്കാൻ വന്നതല്ല, മുൻകൂട്ടി ചിന്തിച്ചതല്ല. എങ്ങനെ ഈ ടോപ്പിക്കിലോട്ട് പോയത് എനിക്കും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, നമ്മുടെ അറിവുകൾ പരിമിതമായിരിക്കാം, ഇതിലും കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കാനും പറയാനും അറിയാവുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞേ, ഈ ഇത്രയും കിലോമീറ്റർ ചുറ്റളവിലുള്ള ഫുൾ ആത്മാവിന്റെ നിയന്ത്രണം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൂതന്മാര്, നമ്മുടെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടത് ദൂതന്മാരെ ദൈവം കൽപ്പിച്ചാക്കുന്നു. സ്വർഗീയ സേന, ഒരു പ്രൈം മിനിസ്റ്റർ പോകുമ്പോൾ ഇത്രയും സേന മൊത്തം വഴി അവർ നോക്കും, എയറില് എല്ലാം നോക്കും അവര്.
അനങ്ങാൻ പറ്റത്തില്ല, അതെ. അത്രയ്ക്കാ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മക്കൾ ദൈവരാജ്യത്തിനകത്ത് നിൽക്കുമ്പോൾ എന്തുമാത്രം പ്രൊട്ടക്ഷനകത്താണ് ദൈവം നമ്മളെ നിർത്തിയേക്കണേ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ഈവിൾ സ്പിരിറ്റിനെ പേടിക്കേണ്ട. അയ്യോ, അപ്പൊ ഞാൻ എൻ്റെ ഒരു സഹോദരനുണ്ട്, അതോടെ പറയാം. ഈ ഓടി വന്നിട്ട് ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട്, അപ്പം ഞാൻ വലിയ ഭൂത സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല പാസ്റ്ററെ, പക്ഷെ ദൈവം വിടുതലുകൾ ചെയ്യുന്നുണ്ട്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഒരു ദിവസം ഞായറാഴ്ച രാവിലെ ഓടി വന്നിട്ട് പറഞ്ഞു, ഒരു ബ്രദറാ പാസ്റ്ററെ എൻ്റെ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ആരാധന തുടങ്ങുമല്ലേ, ഇപ്പൊ എന്തിനാ? അല്ല, എനിക്ക് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കണം. എന്തിനാ? എൻ്റെ അകത്തൊരു ഭൂതം ഉണ്ടോന്ന് എനിക്കൊരു സംശയം. അപ്പൊ ഞാൻ യൗവനക്കാരനാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അത് കാരണം? ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ആരാധിച്ചേച്ച് പോയിട്ട് ഈ ഞായറാഴ്ച വരെ ഞാൻ എന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തു. വണ്ടി സർവീസിന് കയറ്റുന്ന പോലെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വചനപ്രകാരം ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്ക്രീൻ അഡിക്റ്റാ. ഈ ജനറേഷനിൽ പറയുക, സ്ക്രീൻ അഡിക്റ്റാ. എനിക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ അവൻ പറയുന്നു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് ഈ ഞായറാഴ്ച വരെ നിന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നിന്റെ അകത്തൊരു ഭൂതം കയറിയിട്ടുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ ആരാധനയിൽ നീ ശക്തമായി കർത്താവിനെ ആരാധിക്കുക. നീ കേൾക്കുന്ന വചനം അതേപോലെ റിസീവ് ചെയ്യേ. നീ ദൈവസന്നിധിയിൽ നന്ദി പറ കർത്താവിന്. നിന്നെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചതിന്, ഇങ്ങനെയൊക്കെ നടത്തിയതിനൊക്കെ നന്ദി പറ. എന്നിട്ട് ക്ഷമാപണം പറ, രക്തത്തെ ശുദ്ധീകരിക്കുക. നീ ഇവിടുന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഞാൻ അവനെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു, കുഴപ്പമൊന്നുമില്ല. അവനെന്ന ആരാധനയിൽ ഭയങ്കര സ്വാതന്ത്ര്യപ്പെട്ടു. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് വിചാരിക്കും, ഓ സാങ്കോട്ടി പാസ്റ്ററും പ്രസം പാസ്റ്ററും കൂടി ഇരുന്നിട്ട് ഈവിൾ സ്പിരിറ്റ് ഒത്തിരി. അല്ലല്ല, ഇത് ലോകത്തിലുണ്ട്. ഈ വാഴ്ചകളുണ്ട്, സ്പിരിച്വൽ ഉണ്ട്. ഈ റിലത്തിനകത്ത് സ്പിരിറ്റ് ഉണ്ട്. എൻ്റെ സ്റ്റഡിയിൽ ഞാനൊരു 10-16 കാര്യം എഴുതിയിട്ടുണ്ട് ഈ സ്പിരിറ്റിനെ പറ്റി. ഞാൻ പഠിച്ചതാ. ഈ കൊറോണയുടെ ടൈമിൽ നമ്മൾ ഒത്തിരി ഇരുന്ന് പഠിച്ചായിരുന്നു. ദൈവം എന്നെ പഠിപ്പിച്ച് 10-16 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഈ മനോവ്യസനത്തിന്റെ സ്പിരിറ്റ് ഉണ്ട്. ഉദാഹരണം പറയാം, മനോവ്യസനം. ഈ ആൾക്കാർ ചിരിക്കുന്നുണ്ടെങ്കിലും അകത്ത് ഭയങ്കര ദുഃഖം കൊണ്ട് നടക്കുന്നവരുണ്ട്. ഡിപ്രഷൻ. ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഏറ്റവും കൂടുതലുള്ളതാണ് ഡിപ്രഷൻ. യൗവനക്കാരൊക്കെ വിളിച്ചിട്ട് പാസ്റ്ററെ ഡിപ്രഷൻ, എന്തോ പറ്റുന്നില്ല ഡിപ്രഷൻ. ദേശത്തിന്റെ സ്പിരിറ്റാണ് ഇത്. ഡിപ്രഷനിലേക്കാണ്. വെറുതെ ഇരുന്ന് ചിന്തിച്ചോണ്ടിരിക്കുക. ഈ ചിന്തിക്കുന്ന പോലെ ഒന്നും നല്ല കാര്യം നടക്കാൻ പോന്നേ. ദൈവം പദ്ധതി ഒരുക്കുന്ന വലിയ കാര്യമാണ്. ഇപ്പൊ കടന്നു പോകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ചിന്തിച്ചോണ്ടിരിക്കല്ലേ. നിന്റെ കൂടെ നിന്ന ഒരു ഫ്രണ്ട് നിന്നെ വിട്ടുപോയി, അല്ലെങ്കിൽ നിന്നെ സ്നേഹിച്ച ഒരാൾ നിന്നെ മാറിപ്പോയി. എന്തിനു ഡിപ്രഷൻ അടിക്കുന്നു? എന്തിന്? ദൈവം ബെസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ദൈവം നമുക്ക് തരത്തുള്ളൂ. ബെസ്റ്റ് ലൈഫ് ദൈവം നമുക്ക് തരത്തുള്ളൂ. വിശ്വസിക്കുക, അതിന് പുറത്തു വരിക. ഈ ഫെയ്ത്ത് വരാത്തിടത്തോളം കാലം ഫിയർ പുറത്തു പോകത്തില്ല, ഡിപ്രഷൻ പുറത്തു പോകത്തില്ല. ജീസസിന്റെ ഒരു വലിയ സാന്നിധ്യം, ഹോളി സ്പിരിറ്റിന്റെ വലിയ സാന്നിധ്യം നമുക്ക് ആവശ്യമുണ്ട് ഈ ജനറേഷനിൽ, ഈ കാലഘട്ടത്തിൽ. പാവം നിറഞ്ഞ ലോകത്ത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. ഇതൊന്നും തൊടാതെ ദൈവം നമ്മളെ സൂക്ഷിക്കും. എങ്ങാണം എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിടുതലും സൗഖ്യവും ഉണ്ട്. 18 വർഷം കൂനിയായിട്ടാണ് ഒരു സഹോദരി സഭയിൽ വരുന്നത്. 18 വർഷം സഭയിൽ വരുന്നത് കുനിഞ്ഞ. അബ്രഹാമിന്റെ സന്തതിയായ നിന്റെ അകത്തിരിക്കാൻ രോഗബന്ധനം എന്നാ പറഞ്ഞു. ഈ രോഗത്തിന്റെ പിന്നിൽ ഒരു ബന്ധനമുണ്ട്. ആ ബന്ധനം അഴിയട്ടെ എന്ന് പറഞ്ഞു. അന്ന് അവൾ നേരെയാ പോയത്. വർഷങ്ങൾ എത്രയാണെന്ന് വിഷയമല്ല. ദൈവത്തിന്റെ റൈറ്റ് ടൈമിൽ വിടുതൽ നടന്നിരിക്കും, സൗഖ്യം നടന്നിരിക്കും. അഴിയേണ്ടത് അഴിയും, കെട്ടുപൊട്ടേണ്ടത് പൊട്ടും. ഈവിൾ സ്പിരിറ്റോ മാറും. എന്താണോ നമ്മളെ തടസ്സം ചെയ്യുന്നത്, ദൈവരാജ്യത്തിനകത്ത് നമ്മളെ തടസ്സം ചെയ്യുന്നത് എന്താണ്? സഭയ്ക്കെതിരേക്കാം, പാസ്റ്റർമാർക്കാകാം, വിശ്വാസികൾക്കാകാം, എന്തുമാകാം, ബിസിനസ് ചെയ്യുന്നവർക്കാകാം, ഏത് മേഖലയിലും ആകാം. പക്ഷെ ഈ ഈവിൾ സ്പിരിറ്റ്, ചിലർ പറയുന്നുണ്ട് കണ്ണാ. ഞങ്ങളുടെ നാട്ടിലൊരു പുള്ളിക്കാരൻ ഇതേമേ ഇത് ആരെങ്കിലും കണ്ടാലോ കേട്ടാലോ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട്, എൻ്റെ മമ്മയുടെ പേര് മേഴ്സി എന്നാ. മേഴ്സി, ആ മുറ്റത്തേക്കുന്ന ഏത്തക്കൊല സൂപ്പറാണല്ലോ, നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളവ് തിരിയുന്നപ്പോൾ ഇത് ഒടിഞ്ഞ് താഴെ പോയി.
ഭയങ്കര കണ്ണ, നോക്കിയ പോയി. അപ്പൊ അമ്മച്ചിയെ കാണുമ്പോഴത്തേന് ഈ ആൾക്കാരെല്ലാം ഓടി ഒളിക്കും. ചില വീട്ടിലൊക്കെ ഈ കള്ളിമുൾ ചെടിയൊക്കെ തൂക്കിയിട്ടേക്കുന്നത് ഈ കണ്ണ് കെട്ടായിരിക്കാൻ. എന്താന്ന് ഈ പാലക്കാട് ഭാഗത്തൊക്കെ ചെന്നാലേ ഈ ഒരു രൂപം വരച്ചു വെച്ചിട്ട് കരിങ്കണ്ണ നോക്കെന്നൊക്കെ എഴുതി വെച്ചിരുന്നു. കണ്ണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു പുതിയ വീട് പണിയുന്നു, അവിടെ ഒരു കോലം കെട്ടി വെച്ചു, എന്നിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ എല്ലാരും ആ കോലത്തിലേക്ക് നോക്കണം. ബിക്കോസ് ഇതെല്ലാം ഇത് ഈ ലോകത്ത് നടക്കുന്ന കാര്യമല്ലേ നമ്മൾ സംസാരിക്കുന്നത്, അല്ലാതെ പരലോകത്തിലെ കാര്യമല്ല, ഇവിടുത്തെ കാര്യമാണ് പറയണേ. പക്ഷേ ഒരു ദൈവ പൈതലിന്റെ വീടിന് ചുറ്റും ദൂതന്മാരും തീമതിലും ദൈവ സാന്നിധ്യവും ഉണ്ട്. പിന്നെ പാസ്റ്റർ ഓർക്കുന്നോ, പാസ്റ്ററിന്റെ വീടൊക്കെ ആ ഒരു പെന്റക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട്, പാസ്റ്ററൽ ബാക്ക്ഗ്രൗണ്ട്. എന്നും പ്രഭാതത്തിൽ പ്രാർത്ഥന, വൈകുന്നേരത്ത് പാട്ടുപാടി പ്രാർത്ഥന, ആരാധന. അവിടെ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യം ഇരിക്കാൻ പറ്റുമോ? തീ ഉള്ളിടത്ത് ഇരുട്ടിനിരിക്കാൻ പറ്റുമോ? വെളിച്ചം ഉള്ളിടത്ത് ഇരുട്ടിനിരിക്കാൻ പറ്റുമോ? ഇനി ഒറ്റ ദൂതോടെ നമ്മൾ ഈ ചർച്ചയ്ക്കകത്ത് ഒരൊറ്റ ദൂതോടെ പറയാം, ഈവിൾ സ്പിരിറ്റിന്റെ സ്ഥാനം ഇനി ഒരു മനുഷ്യന്റെയും ശരീരത്തിലോ മനസ്സിലോ തലയിലോ തോളിലോ അല്ല. അവന്റെ സ്ഥാനം ബൈബിൾ പ്രകാരം പറഞ്ഞാൽ കാൽപാദത്തിന്റെ അടിയിൽ. പാമ്പുകൾ, തേളുകൾ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം. ഈ ചവിട്ടുക അതായത് കാൽപാദത്തിന്റെ അടിയിലാണ്. ഇതിനെടുത്ത് നമ്മൾ തോളെ വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ പോകുന്ന എല്ലാം എടുത്ത് വേണ്ട, കറക്റ്റ് വേയില്, എൻ്റെ വഴി വിശുദ്ധ വഴി, ആ വഴി ഞാൻ തന്നെ വഴി സത്യം ചെയ്യും. ആ റൂട്ടിൽ അങ്ങ് പോയാൽ ഒരു കുഴപ്പമില്ല. ട്രാക്ക് തെറ്റുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ട്രാക്കിലേക്ക് പെട്ടെന്ന് അങ്ങ് കയറിക്കോണം. ഈവൻ ട്രാക്ക് തെറ്റിയാൽ പോലും മനുഷ്യൻ ആ ട്രാക്ക് തെറ്റത്തില്ലെന്ന് ഞാൻ പറയണില്ല. ട്രാക്ക് തെറ്റിയാൽ പോലും ഓടി ട്രാക്കിലേക്ക് കയറാൻ നമ്മൾ എപ്പോഴെല്ലാം പറ്റുമോ 24/7 നമ്മൾ അതിന് തയ്യാറാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണം. ഓക്കെ, അസാധാരണമായ ഒരു സംഭാഷണമായിരുന്നു നമ്മൾ തമ്മിൽ നടത്തിയത്. കുറേ കാര്യങ്ങളൂടെ പറയണമെന്നുണ്ട്, പക്ഷേ ഇത് ഒത്തിരി ലോങ് ആയി പോകുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബ്ലസ്സൻ പാസ്റ്ററുടെ വ്യക്തിപരമായി ശുശ്രൂഷാപരമായി ഒക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഫ്രാങ്ക്ഫർട്ടിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്കെ പാസ്റ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും. ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ആത്മീയ അസിസ്റ്റൻസിന് വേണ്ടിയൊക്കെ സാധിക്കും. ജർമ്മനിയിൽ നമ്മൾ എവിടെ ആൾക്കാർ വന്നാലും നമുക്കവിടെ ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളും ഉണ്ട്. പ്രത്യേകാൽ ജർമ്മനിയിൽ ഫ്രാങ്ക്ഫോർട്ട് ആ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് IPC ഷാലോം ചർച്ച്, IPCയുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ച് ഫ്രാങ്ക്ഫോർട്ടിൽ, ജർമ്മനിയിൽ ഫ്രാങ്ക്ഫോർട്ടിൽ സിറ്റിക്കകത്ത് തന്നെ നമ്മുടെ ചർച്ച് രാവിലെ 11 മണി തൊട്ട് 1 മണി വരെ എല്ലാ ഞായറാഴ്ചകളും ആരാധന, ഓൺലൈൻ മീറ്റിങ്ങുകൾ, കുടുംബ പ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥന, എല്ലാ മീറ്റിംഗ് സജീവമായി സൺഡേ സ്കൂൾ സകല കാര്യങ്ങളും നടക്കുന്നുണ്ട്. PYPA മീറ്റിംഗ്. ജർമ്മനിയിൽ വരുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യാം, ഞങ്ങളവിടെ ഉണ്ട്. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും ചെയ്യും. എന്തായാലും സാങ്കുട്ടി പാസ്റ്ററെ ഒത്തിരി നന്ദി. ഹല്ലേലൂയ മീഡിയയിൽ കൂടെ ഈ മാഗസീനിലെ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഒത്തിരി പേർക്ക് അത് ബ്ലെസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്നു. സാങ്കുട്ടി പാസ്റ്ററിനും ഈ ടീമിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേക ജർമ്മനിയിലുള്ള ഫ്രാങ്ക്ഫോർട്ട് IPC ഷാലോം ചർച്ചിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ എല്ലാ നന്ദിയും പറയുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.